المرسلين وعلى آله وصحبه أجمعين أما بعد. കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് നമ്മൾ സൊറഫിൻ്റെ ബേസിക് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ പറഞ്ഞു. അതേപോലെ 2 സൊറഫുകൾ, മാലി മുസ്ബത്തും പിന്നെ മാലി മൻഫിയും, അത് 2 പറഞ്ഞു. മാറൂഫായ മാലി മുസ്ബത്തും മാലി മാറൂഫ് മൻഫിയും പറഞ്ഞു അല്ലേ. അപ്പോൾ നമ്മൾ ഇതുവരെ പറഞ്ഞത് ഒരുപാട് ബേസിക് കൺസെപ്റ്റുകൾ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് എന്ത് മാലി ഫസ്റ്റ് എത്ര ഇനാണ് കെലിമത്ത് എന്ന് പഠിച്ചു. പിന്നെ മാലിയിലേക്ക് വന്നു. അപ്പം മാലി മുലാരി അമ്ര നഹി ഇതൊക്കെ പറഞ്ഞ് നമ്മൾ ആദ്യം പഠിക്കാൻ മാലിയാണ്. മാലിനെ കുറിച്ചുള്ള കുറെ വിഷയങ്ങളൊക്കെ പറഞ്ഞു അല്ലേ. അപ്പൊ അതില് നമ്മള് മൊത്തം സർഫ് പഠിക്കുമ്പോൾ, അല്ലെങ്കിൽ ഇനി സർഫല്ല നമ്മൾ ലാംഗ്വേജ് തന്നെ അറബി ഭാഷ തന്നെ പഠിക്കുമ്പോൾ ഉപകാരപ്പെടുന്ന ഒരുപാട് കാര്യങ്ങൾ, നമ്മൾ നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കേണ്ട കുറെ കാര്യങ്ങൾ, കുറെ ടെക്നിക്കൽ വേർഡ്സ് ഒക്കെ പഠിച്ചു. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇനി ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ചർച്ച ചെയ്യുമ്പോഴും ഇനി അത് ഡീറ്റെയിൽ ആയിട്ട് പറയില്ല. ഇപ്പം മാറൂഫ് എന്താണ്, മുസ്ബത്ത് എന്താണ് എന്നൊക്കെ പറയുള്ളൂ. അപ്പം അത് മാറൂഫാണ്, അത് മജ്ഹൂലാണ്, ഇത് ഓയിബാണ്, ഹാദറാണ് എന്നൊക്കെ പറയുള്ളൂ. അപ്പം ഇതുവരെയുള്ള കാര്യങ്ങൾ ഒരുപാട് 4-5 ഇനങ്ങളാക്കിയിട്ട് നമ്മൾ എന്തായിട്ടുണ്ട്, വിശദീകരിച്ചിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ അത് പറഞ്ഞു പോയതാണ്. അപ്പം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് മനസ്സിലായിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യുക, പേഴ്സണലായിട്ടൊക്കെ നോക്കുക, ചോദിക്കുക. പിന്നെ ക്ലാസ്സിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ ക്ലാസ്സിൽ ചോദിക്കുക. ഇനി കഴിഞ്ഞ ക്ലാസ്സുകൾ ക്ലിയർ ആവാത്തവർ കഴിഞ്ഞ ക്ലാസ്സിൽ അത് വിശദീകരിക്കുന്നുണ്ടെങ്കിൽ അതും കേൾക്കാം. ഓക്കെ. പിന്നെ മാലിയിലെ 2 ഇനങ്ങൾ നമ്മൾ പറഞ്ഞു. മൂന്നാമത്തെ ഒരു ഫസിലാണ് ഫീലുൽ മാലി അൽ മജ്ഹൂൽ അൽ മുസ്ബത്ത്. ഓക്കെ, അതിന്റെ കുറച്ച് വിഷയങ്ങളാണ് പറയാൻ പോകുന്നത്. ആ സർഫാണ് പറയാൻ പോകുന്നത്. പിന്നെ അതിനുശേഷം മാലി മജ്ഹൂൽ മൻഫി ഉണ്ട്, അതും പറഞ്ഞതിന് ശേഷം നമ്മൾ 4 എണ്ണം മൊത്തം കഴിയും. അപ്പോൾ അതൊക്കെയാണ് മാലി മാറൂഫ് മുസ്ബത്ത്, മാലി മഹറൂഫ് മൻഫി, മാലി മജ്ഹൂൽ മുസ്ബത്ത്, മാലി മജ്ഹൂൽ മൻഫി. അതായത് കുറച്ചുകൂടി വ്യക്തമാക്കി പറഞ്ഞാൽ അറബിയിൽ കഴിഞ്ഞു പോയ കാലത്ത് ഒരാളൊരു കാര്യം ചെയ്തു, അവനൊരു കാര്യം ചെയ്തു എന്ന് പറയാം, അവനൊരു കാര്യം ചെയ്തില്ല എന്ന് പറയാം, പിന്നെ അവൻ ചെയ്യപ്പെട്ടു, മീൻസ് അവൻ അടിക്കപ്പെട്ടു അങ്ങനെ പറയാം, ഇനി അവൻ അടിക്കപ്പെട്ടില്ല, അങ്ങനെ 4 തരത്തിൽ ഒരു കാര്യങ്ങൾ പറയാം. ഇപ്പോൾ ലൊറബ വെച്ച് ഉദാഹരണം പറയുകയാണെങ്കിൽ ലൊറബ അവൻ അടിച്ചു, മാ ലൊറബ അവൻ അടിച്ചില്ല, ലുരിബ അവൻ അടിക്കപ്പെട്ടു, മാ ലുരിബ അവൻ അടിക്കപ്പെട്ടില്ല. ഓക്കെ. ഇപ്പൊ ഈ 4 കാര്യങ്ങൾ, ആദ്യമായ ഭൂതകാലത്തിൽ സംഭവിച്ച ഈ 4 കാര്യങ്ങൾ എങ്ങനെ പറയാന്നുള്ളതാണ് ഈ 4 ഫസലുകളിലായിട്ട് നമ്മൾ പഠിക്കാം. ഓക്കെ. അപ്പൊ നമ്മൾ ഫസ്റ്റ് 2 എണ്ണം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഫാലയും മാഫാലയും പറഞ്ഞു, അതിന്റെ 14 സർഫുകൾ പറഞ്ഞു, അതിന്റെ ഒക്കെ അർത്ഥം എങ്ങനെയാണ് മാറ്റം വരിക, അതിന്റെയൊക്കെ ലൊമീർ എന്താണ് എന്നൊക്കെ പറഞ്ഞു. പിന്നെ നമ്മൾ കുറച്ച് എക്സസൈസുകളും ചെയ്തിട്ടുണ്ടായിരുന്നു, ക്ലാസ്സിൽ വിശദീകരിച്ചിരുന്നു. അപ്പൊ അതും കൂടി ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, നല്ല ക്ലാരിറ്റി വന്നിട്ടുണ്ടാവും എന്നാണ് മനസ്സിലാക്കുന്നത്. ഓക്കെ, അപ്പൊ ക്ലിയർ ആയിട്ടുണ്ടാവും. ഈ എക്സസൈസും കൂടി ചെയ്ത് കഴിഞ്ഞാൽ ഇതുവരെ പഠിച്ചതൊക്കെ ക്ലിയർ ആയിട്ടുണ്ടാവും. ഇനി നമ്മൾ അടുത്ത ഭാഗത്തേക്ക് പോവുകയാണെങ്കിൽ അൽ ഫീലുൽ മാദി അൽ മജ്ഹൂലുൽ മുസ്ബത്ത്. ഫീൽ മാദി മജ്ഹൂൽ മുസ്ബത്താണ്. ഓക്കെ. അപ്പം മജ്ഹൂൽ നമ്മൾ മുമ്പ് പറഞ്ഞു, മാറൂഫും മജ്ഹൂലും തമ്മിലുള്ള മാറ്റം എന്തായിരുന്നു? മാറൂഫും മജ്ഹൂലും തമ്മിലുള്ള മാറ്റം അപ്പൊ ഫായിൽ ആരാണെന്ന് ഇവിടെ അറിയില്ല. അങ്ങനത്തെ ഫീലുകൾ എങ്ങനെ പറയാന്നാണ് പറയുന്നത്. ഇപ്പോൾ ചെയ്ത ആള് സബ്ജക്റ്റ് ഉണ്ടാവും, ചെയ്ത ആള് കർത്താവ്, അതാരാണെന്ന് അറിയില്ല. അപ്പൊ അങ്ങനത്തെ ഫീലുകൾ ഇപ്പോൾ ന്യൂസ് പേപ്പറിൽ നമ്മൾ എന്ത് ചെയ്യും, സ്വാഭാവികമായിട്ടും ഫസ്റ്റ് ദിവസം ഒരാൾ കൊല്ലപ്പെട്ടു എന്ന് പറയാം. ഇപ്പോൾ ഇന്ദിരാഗാന്ധി കൊല്ലപ്പെട്ടു, അല്ലെങ്കിൽ സംതിങ് ആരെങ്കിലും എന്ത് ചെയ്യും, ഹി വാസ് കിൽഡ് എന്ന് പറയാം. പിന്നെ കുറച്ച് കഴിയുമ്പോൾ ആരാണ് കൊന്നതെന്നൊക്കെ ക്ലിയർ ആവാം. അപ്പോ ഇങ്ങനെ ആളെ വധിച്ചു, പറയുന്ന കേസാവുമ്പോ നേരെ വധിച്ചു അല്ലെങ്കിൽ കൊന്നു എന്നൊക്കെ പറയും. അറിയാത്ത കേസ് ആവുമ്പോ എന്ത് ചെയ്യും, കൊല്ലപ്പെട്ടു എന്ന് പറയും. ഓക്കെ. അപ്പൊ അങ്ങനെ യൂസ് ചെയ്യുന്ന ഒരു
എങ്ങനെ അറബിയിൽ യൂസ് ചെയ്യാന്നുള്ളതാണ് മജ്ഹൂൽ മുസ്ബത്തിൽ നമ്മൾ പറയും. ഓക്കെ, അപ്പൊ വൈദ അറത്ത കാണുന്നില്ലേ? വൈദ അറത്ത അൻ തജാലൽ മാദിയൽ മഅറൂഫ മജ്ഹൂലൻ. അപ്പൊ മാലി, അപ്പൊ നമുക്കൊരു ബേസ് സാധനം ഉണ്ടല്ലോ, ഫഅല എന്ന് പറയുന്ന സാധനം നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിനോട് ബന്ധപ്പെടുത്തിയിട്ടാണ് ഇതിൽ എന്ത് മാറ്റം വരുത്തിയാലാണ് ഇത് മജ്ഹൂലാവാന്ന് ഇനി പറയുന്നത് കേട്ടോ. അപ്പൊ വൈദ അറത്ത അൻ തജാലൽ മാദിയൽ മഅറൂഫ മജ്ഹൂലൻ. മാലി മഅറൂഫായ ഒരു സാധനം ഉണ്ടായിരുന്നു നമ്മൾ ആദ്യം അല്ലെ. ആ കർത്താവ് ഫായിൽ ആരാണെന്ന് അറിഞ്ഞ കഴിഞ്ഞ കാലത്ത് സംഭവിച്ച ഒരു ഫീൽ ഉണ്ടായിരുന്നു. അതെങ്ങനെയാണ്? ഫാല അവൻ ചെയ്തു, അല്ലെങ്കിൽ ജലസ അവൻ ഇരുന്നു, ദൊറബ അവൻ അടിച്ചു, അങ്ങനെ പറയുന്നത്. അപ്പൊ ആ ഫീലിനെ എടുത്തിട്ട് ആ ഫീലിനെ ഇനി ഉദ്ദേശിച്ചാൽ എന്താക്കാൻ ഉദ്ദേശിച്ചാൽ, മജ്ഹൂലാക്കാൻ ഉദ്ദേശിച്ചാൽ ഫളുമും ഫാൽ ഫീലി, ഫാ ഫീലിനെ, ഫാ ഫീൽ എന്ന് വെച്ചാല് തുടക്കത്തെ ഫഅല എന്ന് പറയുമ്പോൾ അതിന്റെ ആദ്യത്തെ അക്ഷരമാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ആ ഫാഉൽ ഫീലിനെ, ആ ഫീലിന്റെ ആദ്യത്തെ അക്ഷരത്തിനെ ലൊമ്മ ചെയ്തു, ലൊമ്മ ചെയ്യാ. വക്സിർ ഐനൽ ഫീലി, ഐൻ ഫീലിനെ, ഐൻ ഫീൽ എന്ന് വെച്ചാൽ രണ്ടാമത്തെ അക്ഷരം, ഫഅലയുടെ ആ നടുവത്തെ അക്ഷരം ഉണ്ടല്ലോ, അതാണ് ഐനുൽ ഫീൽ. ആ രണ്ടാമത്തെ അക്ഷരത്തിനെ എന്ത് ചെയ്തോ? കസറും ചെയ്തോ? നോക്കൂല. അപ്പൊ ആദ്യത്തേതിന് ലൊമ്മ, രണ്ടാമത്തേതിന് കസറും ചെയ്യുമ്പോൾ ഫഅല എന്നുള്ളത് എന്തായി? ഫുഇല എന്നായി. ഫഅല എന്നുള്ളത് ഫുഇല എന്നായി. ഓക്കെ, ഫുഇല, ഫുഇല. അപ്പൊ അതിനെ പറ്റിയാണ്, അതാണ് മാദി മജ്ഹൂല് മുസ്ബത്ത്. പിന്നെ ഈ മുസ്ബത്തും മൻഫിയും തമ്മിലുള്ള മാറ്റം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞതാണല്ലോ. മുസ്ബത്തും മൻഫിയും തമ്മിലുള്ള മാറ്റം എന്താ? യെസ്, പോസിറ്റീവ്. അപ്പം മാദി മജ്ഹൂല് മുസ്ബത്ത്, അതാണ് ഇവിടെ പറയുന്നത്. കഴിഞ്ഞ കാലത്ത് സംഭവിച്ച ഒരു കാര്യം, അതാരാണ് ചെയ്തതെന്ന് അറിയില്ല, പിന്നെ അതെന്താണ്? മുസ്ബത്താണ്, അത് പോസിറ്റീവ് ആണ്, നടന്ന കാര്യമാണ്, നടക്കാത്ത കാര്യമല്ല. മീൻസ് ഇരുന്നു എന്നാണ് നമ്മൾ പറയുന്നത്, ഇരുന്നിട്ടില്ല എന്നല്ല. അടിച്ചു എന്നാണ് നമ്മൾ പറയുന്നത്, അല്ല അടിക്കപ്പെട്ടു എന്നാണ് പറയുന്നത്, മജൂരാണല്ലോ. അടിക്കപ്പെട്ടു എന്നാണ് പറയുന്നത്, അടിക്കപ്പെട്ടില്ല എന്നല്ല. ഓക്കെ, അപ്പൊ അതാണ് ഫുഇല. ഫുഇല എന്ന് പറഞ്ഞാൽ അപ്പോ എന്താണ് അർത്ഥം വരിക? തഖൂലു ഫുഇല. ഫുഇല എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം വരിക? പ്രവർത്തിക്കപ്പെട്ടു എന്നാണ് അർത്ഥം വരിക. അവനൊരു പുരുഷൻ പ്രവർത്തിക്കപ്പെട്ടു. അപ്പൊ ബാക്കി നമ്മള് കഴിഞ്ഞത് സർഫാക്കുന്നതിൽ പഠിച്ച സെയിം സ്ട്രക്ചർ ആണ്. ഫുഇല, ഫുഇല, ഫുഇലു, ഫുഇലത്ത്, ഫുഇലത്ത, ഫുഇൽന, ഫുഇൽത, ഫുഇൽതുമ, ഫുഇൽതും, ഫുഇൽതി, ഫുഇൽതുമ, ഫുഇൽതുന്ന, ഫുഇൽതു, ഫുഇൽന. ഓക്കെ, അപ്പൊ ഇവിടെ അവനൊരു പുരുഷൻ ചെയ്യപ്പെട്ടു, അവർ രണ്ട് പുരുഷന്മാർ ചെയ്യപ്പെട്ടു, അവർ കുറെ പുരുഷന്മാർ ചെയ്യപ്പെട്ടു, അങ്ങനെയൊക്കെ അർത്ഥം മാറി മാറി വരും. അതാ നമ്മൾ നൊമിയർ പഠിച്ചല്ലോ, ഹുവ, ഹുമാ, ഹും, ഹിയ, ഹുമാ, ഹുന്ന, അൻത, അൻതുമ, അൻതും, അൻതി, അൻതുമ, അൻതുന്ന, അന, നഹനു. ഇതേ ഓർഡറിൽ അതിന്റെ അർത്ഥങ്ങൾ ഇങ്ങനെ മാറി വരും. ഓക്കെ, ഇപ്പൊ ഫുഇല, ഫുഇല, ഫുഇലു, ഫുഇലത്ത്, ഫുഇലത്ത, ഫുഇൽന. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഞാൻ ഞാൻ ചെയ്യപ്പെട്ടില്ല എന്നെങ്ങനെ അർത്ഥം വരാം? എന്ന് എന്ന് അറബിയിൽ എങ്ങനെയാ പറയാ ഞാൻ ചെയ്യപ്പെട്ടില്ല? ഫുഇൽതു എന്നാണ് വരിക. ഇനി നിങ്ങൾ, അല്ലെ, ആ ഞാൻ ചെയ്യപ്പെട്ടില്ല എന്നല്ല ചോദിച്ചത്. ആ, ഓക്കെ, സോറി, മാറി ചോദിച്ചതാ. അപ്പൊ ഞാൻ ചെയ്യപ്പെട്ടു എന്നാകുമ്പോ ഫുഇൽതു എന്ന് വരും. ഇനി നിങ്ങൾ രണ്ട് സ്ത്രീകൾ ചെയ്യപ്പെട്ടു എന്നെങ്ങനെ വരും? ഫുഇലത്താന്നാണോ? ഒന്ന് സർഫാക്കി നോക്കി, നിങ്ങൾ എല്ലാരും ഒന്ന് സർഫാക്കി നോക്കി, ഇല ഫുഇല എന്നുള്ളത്. കിട്ടിയോ? ഫുഇല, ഫുഇല, ഫുഇലു. ഞാൻ ചോദിച്ചത് നിങ്ങൾ രണ്ട് സ്ത്രീകൾ ചെയ്യപ്പെട്ടു എന്നാണ്.
നിങ്ങൾ 2 സ്ത്രീകൾ ചെയ്യപ്പെട്ടു. ഫുഇലത്തുമ എന്നാണോ? അത് ഫുഇൽത്തുമ എന്നാണ്. ഫുഇൽത്തുമ. ഈ അക്ഷരം മാറാൻ പാടില്ല. കാരണം ഫുഇൽത്തുമ അവിടെ ലാമിന് സുക്കൂനാണ്. ഓക്കെ. ഫുഇലത്ത് എന്നതിന് ഒരർത്ഥമുള്ളത്. ഫുഇലത്ത് എന്ന് പറഞ്ഞാൽ അവൾ ഒരു സ്ത്രീ ചെയ്യപ്പെട്ടു എന്ന്. കാരണം അതിന്റെ ളമീർ ഹിയാണ്. ഓക്കെ. ഇനി നേരെ ഫുഇൽത്ത എന്നാവുമ്പോഴേക്ക് എന്ത് ചെയ്യും? ചെറിയൊരു മാറ്റമല്ലേ വന്നിട്ടുള്ളൂ. ഫുഇലത്ത് ഉള്ളത് ഫുഇൽത്ത എന്നായി. ഫുഇലത്ത് എന്നുള്ളത് ഫുഇൽത്ത എന്നായപ്പോ അർത്ഥം നല്ലോണം മാറി. അതിന്റെ ളമീർ ഹിയായിരുന്നു, ഇതിന്റെ ളമീർ അൻതയാണ്. ഓക്കെ. അപ്പൊ ഒന്നൊരു തുടക്കം മുതൽ നോക്കാം. ഫുഇല എന്ന് പറഞ്ഞാൽ അവനൊരു പുരുഷൻ ചെയ്യപ്പെട്ടു. ഫുഇല എന്ന് പറഞ്ഞാൽ അവർ 2 പുരുഷന്മാർ ചെയ്യപ്പെട്ടു. ഫുഇലു എന്ന് പറഞ്ഞാൽ അവർ കുറെ പുരുഷന്മാർ ചെയ്യപ്പെട്ടു. ഫുഇലത്ത്, ഇത് സ്പെല്ലിംഗ് ശ്രദ്ധിക്കണേ, ഹർക്കത്തുകൾ ശ്രദ്ധിക്കണം. ഫുഇലത്ത് അവൾ ഒരു സ്ത്രീ ചെയ്യപ്പെട്ടു. ഫുഇലത്ത അവൾ 2 സ്ത്രീകൾ ചെയ്യപ്പെട്ടു. ഫുഇൽന അവർ കുറെ സ്ത്രീകൾ ചെയ്യപ്പെട്ടു. ഇനി ഫുഇൽത്ത, ഫുഇൽത്തുമ, ഫുഇൽത്തും, അത് നീ എന്നാവും. നീ ഒരു പുരുഷൻ, നിങ്ങൾ 2 പുരുഷന്മാർ. ഫുഇൽത്തും എന്നാവുമ്പോൾ നിങ്ങൾ കുറെ പുരുഷന്മാർ. ഈ ഫുഇൽത്തി, ഫുഇൽത്തുമ, ഫുഇൽത്തുന്ന. ഓക്കെ. ഇത് നീ ഒരു സ്ത്രീ, നിങ്ങൾ 2 സ്ത്രീകൾ, നിങ്ങൾ കുറെ സ്ത്രീകൾ, അങ്ങനെ അർത്ഥം വരും. ഫുഇൽത്തു, ഫുഇൽന. ഫുഇൽത്തു, ഫുഇൽന എന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്യപ്പെട്ടു, ഫുഇൽന എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ചെയ്യപ്പെട്ടു. ഈ ചെയ്യപ്പെട്ടു എന്നൊക്കെ അർത്ഥം വെക്കുമ്പോൾ വലിയ സെൻസ് ഇല്ലല്ലോ. ചെയ്യപ്പെട്ടു പറഞ്ഞാല് എന്തായാലും മീനിങ് ഇല്ലാത്തൊരു സംഭവം. പക്ഷെ നമ്മളിവിടെ ഇതിന്റെ സ്ട്രക്ചർ മാത്രമേ പഠിക്കുന്നുള്ളൂ. ഈ ഫഅല വേർഡ് എടുക്കുമ്പോൾ എന്ത് ചെയ്യും, എല്ലായിടത്തേക്കും സൂട്ട് ആവണമെന്നില്ല. പക്ഷെ നമ്മളിവിടെ എന്താണ് ഇതിന്റെ സ്ട്രക്ചറാണ് പഠിക്കുന്നത്. ഇവിടെ പ്രധാനമായിട്ടും പഠിക്കാനുള്ളത് നമ്മൾ മാലി മാറൂഫ്, ഫഅല എന്നൊരു ഫീൽ ഉണ്ടായിരുന്നു. ഫഅല എന്ന് പറഞ്ഞാൽ അവനൊരു കാര്യം ചെയ്തു എന്നാണ്. അത് നമുക്ക് മാറ്റിയിട്ട് എന്താക്കണം? ചെയ്യപ്പെട്ടു അല്ലെങ്കിൽ മജ്ഹൂലാക്കണമെങ്കിൽ നമുക്ക് വരുത്തേണ്ട മാറ്റങ്ങളാണ് ഈ സർഫാക്കുന്നത് കൊണ്ട് പ്രധാനമായിട്ടും നമ്മൾ ലക്ഷ്യമാക്കുന്നത്. അതെന്താണ് മാറ്റം? ആദ്യത്തതിന് ഫാഫിയലിന് എന്ത് ചെയ്തു? ഫാഫിയൽ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ അക്ഷരമാണ് ഉദ്ദേശിച്ചത്. ഇപ്പോ നമ്മൾ ലൊറബ് എടുത്താൽ ലൊറബന്റെ ഫാഫിയൽ ഏതാ? ലോദാണ് വരിക. ഓക്കെ. ഈ ലൊറബന്റെ ഐൻഫിയൽ ഏതാണ്? അതിന്റെ ലൊറബയിലെ റ ആണ്. ഓക്കെ. അപ്പൊ ആ ഒരു 3 അക്ഷരമുള്ള ഒരു ഫീല്, ആ ഫീലിന്റെ സ്ട്രക്ചറിൽ എന്ത് മാറ്റം വരണം എന്നുള്ളതാണ് ഇവിടുത്തെ മെയിൻ കൺസേൺ. അതിനാണ് നമ്മൾ ഈ സർഫാക്കി പഠിക്കുന്നത്. അതിനാണ് ഈ ഫഅല മാത്രം എടുത്ത്, ഫഅല എന്നൊരൊറ്റ ഫീൽ എടുത്തിട്ടാണ് എല്ലാ കാര്യങ്ങളും സർഫാക്കുന്നത്. അപ്പൊ അതുകൊണ്ടുള്ള ഉദ്ദേശം സ്ട്രക്ചറിൽ എന്ത് മാറ്റം വരുന്നു എന്നുള്ളത് പഠിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ. ഇനി അപ്പൊ നമ്മൾ പറഞ്ഞത് ഫുഇലായി. അപ്പൊ ഇവിടെയുള്ള മാറ്റം ഫ എന്ന ആദ്യത്തെ അക്ഷരത്തിന് ലൊമ്മ ചെയ്തു, രണ്ടാമത്തെ അക്ഷരത്തിന് കസറും ചെയ്തു. അപ്പൊ ഫഅല എന്നുള്ളത് ഫുഇല എന്നായപ്പോൾ ചെയ്തു എന്നുള്ള അർത്ഥം ചെയ്യപ്പെട്ടു എന്നുള്ളതായി. മാറൂഫിന്റെ അർത്ഥം മാറി, മജ്ഹൂലിന്റെ അർത്ഥമായി. ഓക്കെ. ഇത് ക്ലിയർ അല്ലേ? ഹലോ, ഇത് ക്ലിയർ ആണോ? ഓക്കെ. വേറെ എല്ലാരും പറയും. ഈ ചിലപ്പോ ആദ്യം കണ്ട ഇവർക്ക് മുമ്പ് സർഫ് പഠിച്ചതൊക്കെ ഓർമ്മയുള്ള ചിലരുണ്ട്. ചിലപ്പോ ആദ്യമായിട്ട് സർഫ് പഠിക്കുന്ന ആൾക്കാരുണ്ടാവും. എല്ലാരും പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് മുന്നോട്ട് പോകാം. എല്ലാരും ഒന്ന് പറയോ? ക്ലിയർ അല്ലേ? ഇത് ഓക്കെ അല്ലേ? മനസ്സിലായില്ലേ? പോലെ അബിഷീർക്ക് കൂടി പറഞ്ഞാൽ മതി. അസ്ബീർ എന്നാണോ? ഓക്കെ, സോറി. ഓക്കെ. അപ്പൊ ഫുയിലിന. അപ്പൊ ഇതിന്റെ നൊമീറുകൾ മാറുന്നതിനനുസരിച്ച് അതിന്റെ അർത്ഥം മാറും. ഓക്കെ. നമ്മൾ അർത്ഥം ഈ ഫുയിലിന്റെ അർത്ഥം ക്ലിയർ ആവണമെങ്കിൽ ഇനി കുത്തിലൊക്കെ വെച്ചാൽ മതി. കത്തല എന്ന് പറഞ്ഞാൽ കൊന്നു എന്നാ. കുത്തില എന്ന് പറഞ്ഞാൽ ഒരാൾ കൊല്ലപ്പെട്ടു എന്നാ വരിക. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഞങ്ങൾ കൊല്ലപ്പെട്ടു എന്ന് എങ്ങനെ പറയും? കുത്തിൽന എന്നാണ് പറയാം. ഞങ്ങൾ കൊല്ലപ്പെട്ടു എന്നുള്ളത് കുത്തിൽന, ഞങ്ങൾ കൊല്ലപ്പെട്ടു. അത് ചിലപ്പോ സ്വപ്നത്തിൽ വന്നിട്ട് കുറെ ആൾക്കാർ പറയാം ഞങ്ങൾ കൊല്ലപ്പെട്ടു. അല്ലെ ഇപ്പൊ ഒരാള് ഭൂമിയിൽ പറയാൻ ചാൻസ് ഇല്ലല്ലോ കുത്തിൽനാന്ന്.
അല്ലെങ്കിൽ മരിച്ച ആൾ പിന്നെ വന്നിട്ട് പറയേണ്ടി വരും. ഓക്കെ, എനിവേ കുത്തില്ല എന്നാണ് എന്ത്, നമ്മൾ കൊല്ലപ്പെട്ടു എന്ന ഒരു വേർഡ് പറയാൻ എങ്ങനെയാണെന്നുള്ളതാണ്. കുത്തില്ല എന്നാണ് ഉപയോഗിക്കുക. ഇനി അവൾ അവൾ ഒരു സ്ത്രീ കൊല്ലപ്പെട്ടു എന്നെങ്ങനെ പറയാം? അവൾ ഒരു സ്ത്രീ കൊല്ലപ്പെട്ടു. കുത്തിലത്ത് എന്നാണ് പറയാം. അപ്പൊ നമ്മൾ സൊറഫാക്കി നോക്കിയാൽ മതി. കുത്തില, കുത്തില, കുത്തിലു, കുത്തിലത്ത്, കുത്തിലത്ത, കുത്തിലിന, കുത്തിലത്തെ, കുത്തിലത്തുമ, കുത്തിലത്തും, കുത്തിലത്തി, കുത്തിലത്തുമ, കുത്തിലത്തുന്ന, കുത്തിലത്ത്, കുത്തിലിന. ഞാൻ ചോദിച്ചത് അവൾ ഒരു സ്ത്രീ കൊല്ലപ്പെട്ടു എന്നാണ്. അപ്പൊ എവിടെ വരിക? ഹിയാണ് അവളൊരു സ്ത്രീ അല്ലേ? അപ്പൊ കുത്തിലത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതിന്റെ ഓർഡർ ഒക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ അവളൊരു സ്ത്രീ കൊല്ലപ്പെട്ടു എങ്ങനെ ആ അർത്ഥം വരുന്ന ഫീൽ ഏതാണെന്ന് ഏതാണെന്ന് നമുക്ക് കണ്ടെത്താൻ പറ്റും. ഓക്കെ, ഇനി കുത്തില പോലെ തന്നെയാണ് ഹുബിസ എന്നൊക്കെ പറഞ്ഞു. ഹുബിസ എന്ന് പറഞ്ഞാൽ ബന്ധിക്കപ്പെട്ടു, ബന്ദിയാക്കി, ജയിലിലാക്കി എന്നൊക്കെ പറയാം. അപ്പൊ ഹുബിസ, ഹുബിസ, ഹുബിസു, ഹുബിസത്ത്, ഹുബിസത്ത, ഹുബിസ്ന. ഹുബിസ്ത എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അർത്ഥം വരിക? ഹുബിസ, ഹബസ എന്ന് പറഞ്ഞാൽ ജയിലിലാക്കാന്ന്. ഹുബിസ്ത. ഒന്നുകൂടി ആലോചിക്ക്. ഹുബിസ, ഞാൻ പറഞ്ഞ ഹുബിസ, ഹുബിസ, ഹുബിസു, ഹുബിസത്ത്, ഹുബിസത്ത, ഹുബിസ്ന, ഹുബിസ്ത. ഹുബിസ്ത എന്നുള്ള ആണ് ചോദിച്ചത്. യെസ്, നീ ഒരു പുരുഷൻ. കാരണം അവിടെ അൻതന്റെ സ്ഥാനത്താണ് വരുന്നത്. ഓക്കെ, ഇത് തുടക്കത്തിൽ ചിലപ്പോൾ സർഫാക്കിക്കേണ്ടി വരും. പിന്നെ എന്ത് ചെയ്യും, ഇത് ഏത് രീതിയിലാണ് യൂസ് ചെയ്തത് നമുക്ക് മനസ്സിലാവും. ഇൽത്തു, അപ്പൊ ഹുബിസ്ന എന്ന് വന്നാൽ നമുക്ക് എന്ത്, ഹുബിസ്ന എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം വരിക? ഹുബിസ്ന നീട്ടാനുണ്ട് കേട്ടോ. ഹുബിസ്ന എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം വരിക? ഓക്കെ, അപ്പോ നമ്മൾ പറഞ്ഞത് കഴിഞ്ഞ കാലത്ത് സംഭവിച്ചൊരു കാര്യം, അതിന്റെ ഫായിൽ ആരാണെന്ന് അറിയില്ല, അതെങ്ങനെ പറയാന്നായിരുന്നു. ഓക്കെ, അപ്പൊ അതിനാണ് എന്ത് മാലി മജ്ഹൂല് മുസ്ബത്ത് എന്ന് പറഞ്ഞത്. മാലി മജ്ഹൂല് മുസ്ബത്ത് എന്ന് പറഞ്ഞത്. ഇനി കുറച്ച് എക്സസൈസ് ഉണ്ട്, അത് നോക്കിയിട്ട് നമുക്ക് മാലി മാറൂഫ് മംഫിയിലേക്ക് പോവാം. കഴിഞ്ഞ കാലത്ത് ഒരാള് കൊല്ലപ്പെട്ടില്ല അങ്ങനെ പറയാം, ചെയ്യപ്പെട്ടില്ല എന്നെങ്ങനെ പറയാന്ന് നോക്കാം. അപ്പൊ അതിനു മുമ്പ് കുറച്ച് എന്തെങ്കിലും ആക്ടിവിറ്റീസ് ഉണ്ട്. അല്ലെങ്കിലേ ഇതും കൂടി കഴിഞ്ഞിട്ട് നമുക്ക് ആക്ടിവിറ്റീസിലേക്ക് വരാം. അപ്പൊ മൂന്നാമത്തെ ഫസിലായിരുന്നു നമ്മൾ നേരത്തെ പറഞ്ഞത്, മാലി മജ്ഹൂല് മുസ്ബത്ത്. ഇനി നാലാമത്തെ ഫസിലാണ് മാലി മജ്ഹൂല് മംഫി. മാലി മജ്ഹൂല് മംഫി. ഇത് കണ്ടോ, ഇത് മാലി മജ്ഹൂലാണ്. മജ്ഹൂല എന്ന് പറഞ്ഞാൽ മനസ്സിലായി എന്ത്, ഇതിന്റെ ഫായിലിനെ അറിയില്ല. മാലി എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ കാലത്താണ്. മംഫി എന്ന് പറഞ്ഞാലോ ഇത് നെഗറ്റീവ് ആണ്. അപ്പൊ ഇത് വായിച്ചാൽ തന്നെ ഈ പറയാൻ പോകുന്നതിന്റെ അർത്ഥം എന്താണെന്ന് നമുക്ക് മനസ്സിലാവും. കഴിഞ്ഞ കാലത്ത് ഫായിലിനെ അറിയാത്തൊരു ഫീല് അതന്നെ നെഗറ്റീവായ അർത്ഥത്തിൽ എങ്ങനെ യൂസ് ചെയ്യാന്നുള്ളതാണ് ഈ ഫസിലിൽ പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത് തൊട്ട് മുമ്പത്തെ ഫസിൽ നിന്ന് ഇതിലേക്കുള്ള മാറ്റം എന്താ? കഴിഞ്ഞത് മുസ്ബത്തായിരുന്നു, മുസ്ബത്തായിരുന്നു, ഇത് മംഫിയാണ്. കഴിഞ്ഞത് പോസിറ്റീവ് ആയിരുന്നു, ഇത് നെഗറ്റീവ് ആണ്. ഓക്കെ, വൈദ അർത്ഥൻ തജ്ഹദഹു ഫസിദ് ഫി അവ്വലിഹി മാ. അപ്പൊ ഇനി അതിനെ നിഷേധിക്കാണ്. തജ്ഹദ പറഞ്ഞാൽ ഒരു കാര്യം ഉണ്ടായിട്ടില്ല. മാലി മജ്ഹൂലായ ഒരു സാധനം, ഒരു കാര്യം ഉണ്ടായിട്ടില്ല എന്നാണ് പറയേണ്ടതെങ്കിൽ ഫസിദ് ഫി അവ്വലിഹി മാ, തുടക്കത്തിൽ ഇനി എന്ത് ചേർക്കണം? മാ ചേർക്കണം. അതിന്റെ ഉദാഹരണമാണ് പറഞ്ഞത്. നമ്മള് നേരത്തെ പറഞ്ഞല്ലോ, ഫഅല, ഒരു കാര്യം ഒരാൾ ചെയ്തു എന്ന് എങ്ങനെ പറയാം? ഫഅല എന്നാ പറയാം. ഈ ഒരു കാര്യം ഒരാൾ ചെയ്തിട്ടില്ല എന്ന് എങ്ങനെ പറയണ്ടത്? മാ ഫഅല എന്നാ പറയാം. അതേപോലെ ഒരാൾ ഒരു കാര്യം ചെയ്യപ്പെട്ടു എന്നുള്ളത് ഫുഇല എന്നാണ് പറയാ. അത് നിഷേധിക്കുകയാണെങ്കിൽ, ഒരു കാര്യം ചെയ്യപ്പെട്ടില്ല, ഒരാൾ കൊല്ലപ്പെട്ടില്ല, ഒരാൾ അടിക്കപ്പെട്ടില്ല, ഒരാൾ ജയിലിലാക്കപ്പെട്ടില്ല എന്നൊക്കെയാണെങ്കിൽ മാ ഫുഇല എന്നാണ് പറയാ.
മാ ചേർക്കുക. ഈ ഫുഇലയിലേക്ക് മാ ചേർത്താൽ മതി. അപ്പൊ മാ ഫുഇല, അതിന്റെ സർഫ് എങ്ങനെ വരും? മാ ഫുഇല, മാ ഫുഇല, മാ ഫുഇലു, മാ ഫുഇലത്ത്, മാ ഫുഇലത്ത, മാ ഫുഇൽന, മാ ഫുഇൽത്ത, മാ ഫുഇൽത്തുമ, മാ ഫുഇൽത്തും, മാ ഫുഇൽത്തി, മാ ഫുഇൽത്തുമ, മാ ഫുഇൽത്തുന്ന, മാ ഫുഇൽത്തു, മാ ഫുഇൽന. ഇതിങ്ങനെ സർഫാക്കി നോക്കണം കേട്ടോ. നമ്മൾ അറിയാണ്ട് ഇങ്ങനെ വരണം. ഓക്കെ. ഇത് പഠിക്കുമ്പോഴേ ഇത് കാണാതെ പഠിക്കലല്ല ശരിക്കും നമ്മുടെ ഉദ്ദേശം. സെന്റൻസ് ഉണ്ടാക്കാൻ പറ്റണം. അറബിയിൽ ഇൻഷാല്ലാ ഇത് കഴിഞ്ഞിട്ട് അതിലേക്കാണ് വരുന്നത്. സെന്റൻസ് ഉണ്ടാക്കാൻ പറ്റണം. ഇതാണ് ഈ പഠിക്കുന്നത് കൊണ്ടുള്ള ഉദ്ദേശം. ഈ പഠിച്ച ഫീൽ കൊണ്ട് തന്നെ നമ്മൾ ഇനി സെന്റൻസ് ഉണ്ടാക്കാൻ നോക്കണം. അപ്പൊ ഇതൊന്നുകൂടി ക്ലിയർ ആക്കാം. മാ ഫുയില എന്ന് പറഞ്ഞാൽ ക്ലിയർ ആയിട്ടുണ്ടാവും. മാ ഫുയില എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ കാലത്ത് ഒരു കാര്യം ചെയ്യപ്പെട്ടില്ല, അപ്പൊ അവൻ ചെയ്യപ്പെട്ടില്ല. ഇനി മാ ദുരിബ വെച്ച് നമുക്ക് ഉദാഹരണം പറയാം. മാ ദുരിബ, അവനൊരു പുരുഷൻ അടിക്കപ്പെട്ടില്ല. മാ ദുരിബ എന്ന് പറഞ്ഞാൽ അവർ 2 പുരുഷന്മാർ അടിക്കപ്പെട്ടില്ല. മാ ദുരിബു എന്ന് പറഞ്ഞാൽ അവർ കുറെ പുരുഷന്മാർ അടിക്കപ്പെട്ടില്ല. മാ ദുരിബത്ത് എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? മാ ദുരിബത്ത്, ഹലോ, മാ ദുരിബത്ത, മാ ദുരിബ്ന, അതോ മാ ദുരിബ്ന? പുരുഷന്മാരാണോ? അവർ കുറെ സ്ത്രീകൾ. മാ ഫുയിൽന. ഇത് ശ്രദ്ധിക്കണം. ഇത് ജസ്റ്റ് ഒന്ന് നീട്ടാനായി പോയാൽ അർത്ഥം മാറും. ഇവിടെ മാ ഫുയിലിനക്ക് പകരം മാ ഫുയിൽന എന്നാണെങ്കിൽ എന്താ അർത്ഥം വരിക? നിങ്ങൾ അടിക്കപ്പെട്ടില്ല എന്നാണ് അർത്ഥം വരിക. പിന്നെ മാ ഫുയിൽത്ത, മാ ഫുയിൽത്തുമ, മാ ഫുയിൽത്തും, മാ ഫുയിൽത്തി, മാ ഫുയിൽത്തുമ, മാ ഫുയിൽത്തുന്ന, മാ ഫുയിൽത്തു, മാ ഫുയിൽന. ഓക്കെ, ഇതൊക്കെ നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ. ഇവിടെ അർത്ഥം ഞാൻ ചെയ്യപ്പെട്ടില്ല, മീൻസ് ഒരു കാര്യം മാലി ആയിരിക്കും, മജ്ഹൂൽ ആയിരിക്കും, മൻഫി ആയിരിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞത് മാലി ആയിരിക്കും, മജ്ഹൂൽ ആയിരിക്കും, പിന്നെ എന്തുമായിരിക്കും? മുസ്ബത്തും ആയിരിക്കും. ഓക്കെ, അതാണ്. ഇനിയാണ് ഇൻട്രസ്റ്റിംഗ് പാർട്ട്. നമ്മൾ ഇതിന്റെ എക്സസൈസിലേക്ക് വരികയാണ്. ഓക്കെ, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ സർഫ് കാണാപ്പാഠം പഠിച്ചിട്ട് കാര്യമില്ല എന്നല്ല, പക്ഷെ അതിന്റെ യഥാർത്ഥ കാര്യം എടുക്കുന്നത് അത് അപ്ലൈ ചെയ്യുന്നിടത്താണ്. ഓക്കെ, അപ്പൊ അത് അപ്ലൈ ചെയ്യൽ എങ്ങനെയാണ്? ഇതില് എഴുതിയിട്ടൊക്കെയാണ്. അപ്പോ ഫസ്റ്റ് ക്വസ്റ്റ്യന്, കൈഫ തുഹബ്ബിലുൽ മാലിയൽ മാറൂഫ് ഇലൽ മാലി മജ്ഹൂലി. മാലി എങ്ങനെ മാലി മാറൂഫ് എങ്ങനെ മാലി മജ്ഹൂൽ ആക്കാന്ന്? മാലി മാറൂഫ് എങ്ങനെ മാലി മജ്ഹൂൽ ആക്കാം? അതിനുള്ള ആൻസർ എന്താ? ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കണം. അതാണ് ആൻസർ. കാരണം ഇവിടെ ചോദിച്ചാൽ എന്താണ്? മാലി മാറൂഫ് മാലി മജ്ഹൂൽ ആക്കാനുള്ളത്. ഓക്കെ, ഇനി താഴെ പറഞ്ഞ ഉദാഹരണങ്ങൾ വായിക്കാനാണ് ഉള്ളത്. ദുരിബ, കണ്ടോ? ദുരിബ, കുത്തില, ദുലിമ, നുസിറ. അപ്പൊ ദുരിബ എന്ന് പറഞ്ഞാൽ ദുരിബ പ്ലസ് ഹിയ വന്നാൽ എങ്ങനെ വരും? ദുരിബ പ്ലസ് ഹിയ ദുരിബത്ത് എന്ന് വരും. കുത്തില പ്ലസ് അൻതും കുത്തിൽത്തും എന്ന് വരും. അപ്പൊ ഇത് കണ്ടോ? ദുരിബ പ്ലസ് ഹിയ, അപ്പോൾ ദുരിബത്ത്. ദുരിബത്ത് എന്ന് പറഞ്ഞാൽ അവൾ അടിക്കപ്പെട്ടു എന്നായി. കുത്തില പ്ലസ് അൻതും കുത്തിൽത്തും, അപ്പോ നിങ്ങൾ കൊല്ലപ്പെട്ടു. അൻതും എന്നാണ്, നിങ്ങൾ കുറെ പുരുഷന്മാർ കൊല്ലപ്പെട്ടു എന്നായി. ഇനി ദുലിമ പ്ലസ് ഹും. ദുലിമ പറഞ്ഞാൽ ആക്രമിക്കപ്പെട്ടു എന്നാട്ടോ. ദുലിമ എന്ന് പറഞ്ഞാൽ ആക്രമിക്കപ്പെട്ടു. പിന്നെ ഹും അതിലേക്ക് വെച്ചാണ്, നിങ്ങൾക്കുള്ള വർക്കാണ്. നുസിറ എന്ന് പറഞ്ഞാൽ സഹായിക്കപ്പെട്ടു. ദുലിമ പ്ലസ് ഹും എങ്ങനെ വരിക? ദുലിമൂന്ന് വരും. പിന്നെ നുസിറ പ്ലസ് അൻതും, അത് നിങ്ങൾ ആലോചിച്ച് എഴുതിയാൽ മതി. കുബിത പ്ലസ് നഹ്നു. കുബിത പ്ലസ് നഹ്നു എങ്ങനെ വരിക? കുബിതയും നഹ്നും കൂടി
കുബിലന എന്ന് വരും. ഓക്കെ, ഗുഡ്. ഉസില പ്ലസ് അൻതി, പിന്നെ ജുമിയ പ്ലസ് അൻത, സുമിയ പ്ലസ് ഹുമ ഉണ്ടോ, കുത്തിബ. ഇതിനോടൊക്കെ സർഫാക്കുമ്പോൾ എന്ത് ചെയ്യും, അതിന്റെ ആൻസർ കിട്ടും. ഇനി അത് ക്ലിയർ ആയല്ലോ. പിന്നെ ഈ വേർഡ്സ് പഠിക്കലും നമ്മൾ ഭാഷ പഠിക്കുന്നതിന്റെ അടിസ്ഥാന കാര്യമാണ്. അപ്പൊ ഇതില് കിട്ടാത്ത വാക്കുകളൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, അത് മനസ്സിലാക്കണം. പുതിയ പുതിയ സർഫുകൾ എന്ത് ചെയ്യും, പുതിയ പുതിയ വാക്കുകൾ വെച്ച് നമ്മൾ സർഫാക്കും, അല്ലെങ്കിൽ പുതിയ സെന്റൻസ് ഉണ്ടാക്കും. അതുകൂടി മനസ്സിലാക്കിയാൽ എന്ത് ചെയ്യും, ഭാഷ പെട്ടെന്ന് പഠിക്കും. ഓക്കെ, ഇനി അടുത്തൊരു ആക്ടിവിറ്റി നോക്കൂ. റഹിമു എന്നുണ്ട്, റുഹിമു എന്നുണ്ട്, റുഹിംന. അപ്പൊ ഇവിടെ ജമ്മാണ് കൊടുത്തിട്ടുള്ളത്. ജം ആണ് കൊടുത്തിട്ടുള്ളത്. അതിന്റെ എന്താക്കാനാണ് പറഞ്ഞത്, വഹദാൻ, വാഹിദ് ഫോം എഴുതാനാണ് പറഞ്ഞത്. അപ്പൊ ജമ്മ് എന്ന് പറഞ്ഞാൽ ബഹുവചനം കൊടുത്തു, എന്നിട്ട് അതിന്റെ ഏകവചനം എഴുതാൻ പറഞ്ഞു. അപ്പൊ റുഹിമു, അവര് കുറെ പുരുഷന്മാർ റഹ്മത്ത് ചെയ്യപ്പെട്ടു എന്നാണ് അർത്ഥം. അപ്പൊ അതിന്റെ വാഹിദായ സിയ എന്താണ്, അവനൊരു പുരുഷൻ എന്നാണ്. ഇവിടെ ഹുമ്മാണ് നൊമീർ ഇട്ടത്. റുഹിമ എന്നാണ്, അവനൊരു പുരുഷൻ റഹ്മത്ത് ചെയ്യപ്പെട്ടു എന്നാണ്. ഓക്കെ, ഇനി റുഹിംന എന്ന് പറഞ്ഞാൽ അവിടെ എന്താ നൊമീർ, റുഹിംന എന്ന് പറഞ്ഞാൽ ഹുന്നയാണ് അവിടുത്തെ നൊമീർ. റുഹിമ, റുഹിമ, റുഹിമു, റുഹിമത്ത്, റുഹിമത്ത, റുഹിംന. ഓക്കെ, ഹുന്നയാണ് അവിടുത്തെ നൊമീർ വരിക. എങ്ങനെ, അവർ കുറെ സ്ത്രീകൾക്ക് റഹ്മത്ത് ചെയ്യപ്പെട്ടു എന്നാണ് പറഞ്ഞത്. അപ്പൊ അത് മാറ്റിയിട്ട് വാഹിദ് ഫോമിലേക്ക് ആക്കണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ഹിയന്റെ സ്ഥാനത്തുള്ളത് യൂസ് ചെയ്യും. ഇതാണ് റുഹിമത്ത് എന്ന്. അപ്പൊ അതേപോലെ ഇവിടൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ജംഇന്റെ സിയെ കൊടുത്തിട്ടുണ്ട്, അത് മാറ്റിയിട്ട് വാഹിദ് ആക്കാനാണ് പറഞ്ഞത്. ഇത് ഇവിടെ ഒരു ഉദാഹരണം കൊടുത്തിട്ടുണ്ട്. ഇനി കശഫ, ഖത്തഅ, ദഫഅ, ഖത്തല, സബറ, ഫഖദ, ഇതൊക്കെ ഇതിന്റെ ഒക്കെ എന്ത് ചെയ്യാ, ഫസ്റ്റ് ജമ്മിന്റെ ഫോം എഴുതുക, പിന്നെ ഏകവചനം എഴുതുക. അതാണ് ഇവിടുത്തെ ആക്ടിവിറ്റി. ഓക്കെ, സിമ്പിൾ ആക്ടിവിറ്റി ആണല്ലോ. ഇനിയാണ് നമ്മൾ സെന്റൻസ് മേക്കിങ്ങിലേക്ക് കടക്കുന്നത്. ഓക്കെ, അതിന് മുമ്പ് നമ്മൾ പറഞ്ഞ മാഫു ഇല, അതിലും കുറച്ച് ആക്ടിവിറ്റീസുകൾ കൂടി ഉണ്ട്. ഇതിൽ പറഞ്ഞ സെയിം സാധനം തന്നെ, മാ ദുരിബ പ്ലസ് ഹും പ്ലസ് ഹുന്ന, ഓരോ നൊമീറുകൾ വരുമ്പോൾ അതെങ്ങനെയാണ് ആ ഫീല് രൂപപ്പെടുക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ കണ്ടോ, അപ്പൊ അതിന് മുമ്പ് മാലി മജ്ഹൂല് മുസ്ബത്തായ ഒരു ഫീല്, മാലി മജ്ഹൂല് മുസ്ബത്തായ ഒരു ഫീലാണ് ഫുഇല എന്നുള്ളത്. ഓക്കെ, അതെങ്ങനെ മാലി മജ്ഹൂല് മൻഫിയാക്കും, മാലി മജ്ഹൂല് മുസ്ബത്തായ ഒരു ഫീല് മാലി മജ്ഹൂല് മൻഫി എങ്ങനെ ആക്കുക? മാ ഫുഇല, മാ ചേർത്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അത് മൻഫിയാവും. ഓക്കെ, മാ ഹുബിസ, മാ ഹുബിസ്ന. അപ്പൊ ഓരോ നമീർ കൂട്ടി എഴുതാനാണ് ഈ ആക്ടിവിറ്റി. മറ്റേത് നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഇതിന്റെ എന്ത് കൊടുത്തിട്ടുണ്ട്, ഈ തലക്കൽ എഴുതിയത് ഇതിന്റെ തസ്നിയ ഫോമാണ്, ഇതിന്റെ ദ്വിവചനാണ്, രണ്ടാൾക്കാർ ചെയ്തു എന്നുള്ളത് പറഞ്ഞതാണ് ഈ ഫസ്റ്റ് കൊടുത്തിട്ടുള്ളത്. 1, 2, 3, 4 ഇവിടെ കൊടുത്തിട്ടുള്ളത്. അത് ജംഇന്റെ സിയയിലേക്ക് മാറ്റണം, ജംഇന്റെ രൂപത്തിലേക്ക് മാറ്റുക എന്നുള്ളതാണ് ഈ ആക്ടിവിറ്റി. മാസുമിയ, അവർ 2 പേർ കേൾക്കപ്പെട്ടില്ല എന്ന് പറഞ്ഞു. മാസുമിയ എന്ന് പറഞ്ഞാൽ അവർ കുറെ പുരുഷന്മാർ കേൾക്കപ്പെട്ടില്ല. ഇവിടുത്തെ നമീർ ഹുമ ആയിരുന്നു, അതെന്താക്കി, ഹുവ, ഹുമ, ഹും എന്നതിലേക്ക് മാറ്റി. ഓക്കെ, ഇനി നോക്കൂ, ഇനി കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആക്ടിവിറ്റീസ് ആണ്. ഇതുവരെയുള്ള ഇൻട്രസ്റ്റ് തന്നെയാണ്, കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആണ്. ഇവിടെ കണ്ടോ, ദഹബ അന യൗമൽ ഖമീസ് പ്ലസ് ബൈത്ത്. ദഹബ അന യൗമൽ ഖമീസ് ബൈത്ത്, ഇത് ഒരു സെന്റൻസ് ആക്കിയിട്ട് ഇതൊരു എന്താക്കിയിട്ട് പറയണം, സെന്റൻസ് ആക്കിയിട്ട് നമുക്ക് പറയണം.
അപ്പോൾ എന്താണ് ദഹബ എന്ന് പറഞ്ഞാൽ പോയി, അന എന്ന് പറഞ്ഞാൽ ഞാൻ, യൗമൽ ഖമീസ് എന്ന് പറഞ്ഞാൽ വ്യാഴാഴ്ച, ബൈത്ത എന്ന് പറഞ്ഞാൽ വീട്ടിൽ. അപ്പൊ വ്യാഴാഴ്ച ഞാൻ വീട്ടിൽ പോയി എന്നതാണ് ഈ സെന്റൻസ് കൊണ്ട് ഉദ്ദേശിക്കേണ്ടത്. ഓക്കെ, അപ്പൊ എങ്ങനെ പറയണ്ടേ? ദഹബ്തു ഇലൽ ബൈത്തി യൗമൽ ഖമീസി, ദഹബ്തു ഇലൽ ബൈത്തി യൗമൽ ഖമീസി എന്നാ പറയേണ്ടത്. അപ്പൊ ഇവിടെ എന്താണ് ചെയ്തത്? ഇവിടുത്തെ ആക്ടിവിറ്റി എന്താ? ദഹബ പ്ലസ് അന ചേർത്തു. ദഹബ പ്ലസ് അന ചേർത്തിട്ട് ദഹബ്തു എന്നാക്കി. പിന്നെ യൗമൽ ഖമീസ് എന്ന് പറഞ്ഞാൽ വ്യാഴാഴ്ച. പിന്നെ ഈ ബൈത്ത് എന്നതിലുണ്ട്, ബൈത്തിലേക്ക് എന്നൊരു അർത്ഥം കിട്ടണ്ടേ, അതിനാണ് ഇവിടെ ഇലൽ ബൈത്തി എന്ന് ചേർക്കുന്നത്. ഓക്കെ, അപ്പൊ എങ്ങനെ പറഞ്ഞു? ദഹബ്തു ഇലൽ ബൈത്തി യൗമൽ ഖമീസി. അങ്ങനെയാണ് അറബിയിൽ, ഇങ്ങനെയാണ് അറബിയിൽ എന്തുണ്ട് ഒരു സെന്റൻസ് ഉണ്ടാക്കുന്നത്. അപ്പൊ ഇവിടെ ഒരു ഫെയിൽ ഉണ്ട്, പിന്നെ അവിടേക്ക് പോയി എന്നുള്ള ഫെയിൽ ഉണ്ട്, ഒരു ഫായിൽ ഉണ്ട്, പിന്നെ ഒരു ഒബ്ജക്റ്റ് ഉണ്ട്. ഒബ്ജക്റ്റ് മീൻസ് ഒരു സ്ഥലം ഉണ്ട്, യൗമൽ ഹമീസ് എന്നുണ്ട്, വീട്ടിലേക്ക് പോയി എന്നുള്ളൊരു ഒരു ഒബ്ജക്റ്റും ഉണ്ട്. ഓക്കെ, ഇത് ക്ലിയർ ആയോ? ഒരു സെന്റൻസ് എങ്ങനെ അറബിയിൽ ഉണ്ടാക്കാന്നുള്ളത്? ഹലോ, ക്ലിയർ ആയോ? ഇപ്പൊ നോക്കാം, ഇത് കുറെ ആക്ടിവിറ്റീസ് ഉണ്ട് ചെയ്ത്, ഇതിങ്ങനെ വായിച്ചു പോകുമ്പോൾ എന്ത് ചെയ്യും? ക്ലിയർ ആവും. ഇപ്പൊ ദഹബ പ്ലസ് അന, ഇപ്പൊ ഇവിടെ നമ്മൾ പഠിച്ചൊരു ഭാഗം എന്ന് പറഞ്ഞത് ഇതാണ്, ദഹബ പ്ലസ് അന. ദഹബ പ്ലസ് അന ഉണ്ട്, ഞാനാണ് ഉള്ളത്. ദഹബ എന്ന് പറഞ്ഞ നമ്മുടെ ഫീൽഡ് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ ഈ ദഹബ പ്ലസ് അന എന്ന് പറഞ്ഞാൽ അറബിയിൽ യൂസ് ചെയ്യൂല. അത് മാറ്റിയിട്ട് ഞാൻ പോയി എന്നുള്ളൊരു പൂർണ്ണമായ ഒരു അർത്ഥം കിട്ടണം. അതിനെങ്ങനെ നമ്മൾ പറയണം? ദഹബ പ്ലസ് അന എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമ്മൾ പഠിച്ചു. ഇപ്പൊ നമ്മൾ മുമ്പ് ചെയ്ത ആക്ടിവിറ്റിന്റെ കാര്യം എന്താണ് നമുക്ക് മനസ്സിലായി. ഇപ്പൊ ദഹബ പ്ലസ് അന, ദഹബ എന്ന് പറഞ്ഞാൽ പോയി, ഞാൻ പോയി എന്ന് എങ്ങനെ പറയണം? ദഹബ്തു എന്നാണ് യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് സെന്റൻസ് ഉണ്ടാക്കുന്നത്. അപ്പൊ നമുക്ക് എഴുതുക എന്നുള്ളൊരു സാധനം കിട്ടി, കത്തബ എന്നാണ് എഴുതുക എന്നുള്ളത്. അപ്പൊ ഒരാളോട്, ഒരു പെണ്ണിനോട് പറയാണ്, നീയാണ് ഈ ലെറ്റർ എഴുതിയത് എന്ന് നമ്മൾ പറയണം. അപ്പോ കത്തബ്തി എന്നാണ് യൂസ് ചെയ്യേണ്ടത്. അതാണ് നമ്മൾ ഈ സർഫ് കൊണ്ട് നമ്മൾ മനസ്സിലാക്കിയ ഒരു കാര്യം. ഓക്കെ, അപ്പോ സിമ്പിൾ ആണ്. ഇവിടെ നമ്മൾ ഫസ്റ്റ് സെന്റൻസ് പറഞ്ഞു, ദഹബ അന യൗമൽ ഖമീസ് അൽ ബൈത്ത്, വ്യാഴാഴ്ച ഞാൻ വീട്ടിൽ പോയി. ദഹബത്തു ഇലൽ ബൈത്ത് യൗമൽ ഖമീസ്. ഇനി ഇത് നോക്കൂ, കത്തബ അൻത അദ്ദറസ അൽ ബൈത്ത്. എന്താണ് കത്തബ പറഞ്ഞാൽ എഴുതുക, അൻത എന്ന് പറഞ്ഞാൽ നീ, ദർസ് എന്ന് പറഞ്ഞാല് പാഠം, ബൈത്ത് എന്ന് പറഞ്ഞാല് വീട്. ഓക്കെ, ഇപ്പൊ ഇവിടെ ഇത് വെച്ചിട്ട് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാക്കുകയാണ്. എന്താണ് ക്വസ്റ്റ്യൻ നോക്കൂ, ഹൽ കതബ്ത ദർസ മിനൽ ബൈത്തി, നീ വീട്ടിൽ നിന്ന് പാഠം എഴുതിയിരുന്നോ? വീട്ടിൽ നിന്ന് പഠിക്കാനുള്ള ക്ലാസ് എഴുതി കൊണ്ടുവന്നിരുന്നോ എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ ഇവിടെ ഹല്ല് ചേർത്തു. അത് ക്വസ്റ്റ്യൻ വേർഡായിട്ട് ചേർക്കുന്നതാണ്. ഹൽ എന്ന് പറഞ്ഞാൽ എസ് ഓർണ ക്വസ്റ്റ്യൻ ആണ്. ചെയ്തോ മീൻസ് അങ്ങനെ ഒരു അർത്ഥം കിട്ടൂലേ, എസ് ഓർണ ക്വസ്റ്റ്യൻ നമ്മൾ ചേർക്കൂലോ, അതാണ് ഹൽ. ഹൽ കതബ്ത. അപ്പൊ ഇവിടെ നമ്മളെ ഭാഗം എന്ന് വെച്ചാൽ കതബ പ്ലസ് അൻത വന്നു, കതബ പ്ലസ് അൻത വന്നു. അപ്പൊ നമ്മൾ എന്ത് യൂസ് ചെയ്യും? കതബ്ത എന്ന് യൂസ് ചെയ്യും. പിന്നെ നമ്മൾ ഇവിടുത്തെ ക്വസ്റ്റ്യൻ എന്താ? ദർസ് പാഠം എഴുതിയത് എവിടെ നിന്നാണോ? മിനൽ ബൈത്തി. അപ്പൊ മിനൽ ബൈത്തി, വീട്ടിൽ നിന്ന് എഴുതാന്നുള്ളതിന് മിനൽ ബൈത്തി എന്ന് യൂസ് ചെയ്യാം. നേരത്തെ നമ്മൾ വീട്ടിലേക്ക് എന്നുള്ളതിന് ഇല യൂസ് ചെയ്യും, വീട്ടിൽ നിന്ന് എഴുതിയെന്ന് ചോദിക്കാൻ മിനൽ ബൈത്തി യൂസ് ചെയ്യും. ഓക്കെ, അപ്പൊ ഹൽ കതബ്ത ദർസ മിനൽ ബൈത്തി, നീ വീട്ടിൽ നിന്നാണോ പാഠം എഴുതിയത് എന്നാണ് ഈ രണ്ടാമത്തെ മിസാലില് ഉദാഹരണത്തിലുള്ളത്. ഇനി അടുത്ത നോക്കൂ, ഹഫിദ ബഷീറുൻ അൽ ഖുർആന. ഹഫിദ ബഷീറുൻ ഖുർആന, ബഷീർ ഖുർആൻ പഠിച്ചു. ഓക്കെ, അവന് അവിടെ ഒന്നും ചേർക്കാനില്ല, അത് അങ്ങനെ തന്നെ യൂസ് ചെയ്താൽ എന്താ ഒരു സെന്റൻസ് ആയി. ഹഫിദ ബഷീറുൽ ഖുർആന എന്നുള്ളത് അങ്ങനെ തന്നെ ഒരു സെന്റൻസ് ആണ്. ബഷീർ ഖുർആൻ പഠിച്ചു എന്നാണ് അതിന്റെ അർത്ഥം. ഇനി അത് പഠിച്ചില്ല എന്ന് എങ്ങനെ ആക്കും? മാ ഹഫിദ ബഷീറുൽ ഖുർആന, മാ ഹഫിദ ബഷീറുൻ ഖുർആന എന്ന് പറഞ്ഞാൽ ബഷീർ ഖുർആൻ പഠിച്ചില്ല, ഹിഫ്ള് ആക്കിയില്ല എന്നാണ് അതിന്റെ അർത്ഥം വരിക. ഓക്കെ, ഇങ്ങനെയാണ്
അറബിയിൽ സെന്റൻസ് ഉണ്ടാക്കുന്നത്. ഓക്കെ, പിന്നെ ഇത് നോക്കൂ, കുത്തില ഹുമാ, കുത്തില ഹുമ അൽ ഹാദിസത്ത. ഹാദിസ എന്ന് പറഞ്ഞാൽ ആക്സിഡന്റ്, കുത്തില എന്ന് പറഞ്ഞാൽ എന്താണ്, കൊല്ലപ്പെട്ടു. ഓക്കെ, കുത്തില എന്ന് പറഞ്ഞാൽ കൊല്ലപ്പെട്ടു, ഹുമ എന്ന് പറഞ്ഞാൽ അവർ രണ്ടുപേര്, ഹാദിസ എന്ന് പറഞ്ഞാൽ ആക്സിഡന്റ്. അപ്പോൾ അവർ ആക്സിഡന്റിൽ കൊല്ലപ്പെട്ടു എന്നാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. അവർ ആക്സിഡന്റിൽ കൊല്ലപ്പെട്ടു എന്നാണ് യൂസ് ചെയ്യേണ്ടത്. അതെങ്ങനെ പറയാൻ പറ്റും? കുത്തി, അപ്പൊ ഇവിടെ ആക്സിഡന്റിൽ എന്നൊരു അർത്ഥം വരണം. അത് നമുക്ക് എന്ത് യൂസ് ചെയ്യാം? ഫിൽ ഹാദിസ എന്ന് യൂസ് ചെയ്യാം. ആക്സിഡന്റിൽ അവർ കൊല്ലപ്പെട്ടു. പിന്നെ നമ്മളിവിടെ പഠിച്ച ഭാഗം കുത്തില പ്ലസ് ഹുമ ഉണ്ട്, കുത്തില പ്ലസ് ഹുമ ഉണ്ട്. അവർ രണ്ടുപേര് കൊല്ലപ്പെട്ടു എന്നാണ് പറയുന്നത്. ഇത് നമുക്ക് അറിയുന്ന രണ്ടാൾക്കാരെ പറ്റിയാ പറയുന്നത് വിചാരിച്ചോളൂ. ഒരു സെയ്ദും അവന്റെ ഒരു ചങ്ങായി ഉണ്ട്. അപ്പൊ അവർ രണ്ടുപേരും ബൈക്കിൽ പോവായിരുന്നു. അപ്പൊ അവരെന്ത് ചെയ്യും? അവർ രണ്ടുപേരും അവിടെ കൊല്ലപ്പെട്ടു എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോ ഇവിടെ കുത്തില പ്ലസ് ഹുമ ഉണ്ട്. അതെങ്ങനെ യൂസ് ചെയ്യാം? അതെങ്ങനെ ഈ സെന്റൻസിൽ വരിക? കുത്തില പ്ലസ് ഹുമ എന്താ? കുത്തില പ്ലസ് ഹുമ അതെങ്ങനെ വരിക? കുത്തില പ്ലസ് ഹുമ, യെസ് യെസ്. അപ്പൊ നേരെ അത് യൂസ് ചെയ്താൽ മതി. കുത്തില ഫിൽ ഹാദിസ, കുത്തില അവർ രണ്ടുപേരും കൊല്ലപ്പെട്ടു, ഫിൽ ഹാദിസ ഈ ഹാദിസയിൽ ഈ ആക്സിഡന്റിൽ മരണപ്പെട്ടു. ഓക്കെ, അങ്ങനെയാണ് അത് യൂസ് ചെയ്യാം. ഇവിടുത്തെ നമ്മളെ ഈ ആക്ടിവിറ്റി കൊണ്ടുള്ള മെയിൻ ഉദ്ദേശം, നമ്മൾ പഠിച്ച കാര്യങ്ങൾ, നമ്മൾ പഠിച്ചത് എന്താ, ഒരു ഫീലിന്റെ കൂടെ ഒരു ضمീർ വന്നാൽ അത് എങ്ങനെ യൂസ് ചെയ്യാന്നുള്ളതാണ്. ഓക്കെ, ഒരു ഫീലിന്റെ കൂടെ ഒരു ضمീർ വന്നാൽ അതെങ്ങനെ? അപ്പോ അവർ രണ്ടുപേർ കൊല്ലപ്പെട്ടു എന്നതിന് പകരം നമ്മൾ നോക്കൂ, അവർ രണ്ടുപേർ കൊല്ലപ്പെട്ടു എന്നതിന് പകരം എന്താക്കണം? അവർ കുറെ സ്ത്രീകൾ കൊല്ലപ്പെട്ടു, ഈ ആക്സിഡന്റിൽ അവർ കുറെ സ്ത്രീകൾ കൊല്ലപ്പെട്ടു എന്നാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടതെങ്കിൽ നമ്മൾ എങ്ങനെ പറയണം? അപ്പൊ നമുക്ക് സർഫാക്കി നോക്കിയാൽ മതി. കുത്തില കുത്തില കുത്തിലു, കുത്തിലത്ത് കുത്തിലത്ത, കുത്തില്ല. കുന്ന എന്നാണ് എന്ത്? അവർ കുറെ സ്ത്രീകൾക്ക് പറയാം. അപ്പൊ കുത്തിൽന ഫിൽ ഹാദിസ, അവർ കുറെ സ്ത്രീകൾ കൊല്ലപ്പെട്ടു. എന്തിൽ കൊല്ലപ്പെട്ടു? ഫിൽ ഹാദിസ, ഈ ആക്സിഡന്റിൽ കൊല്ലപ്പെട്ടു എന്ന് യൂസ് ചെയ്യും. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി നോക്കൂ അടുത്തത്, കതബ ഫാത്തിമ റിസാല, കതബ ഫാത്തിമ റിസാല. ഇവിടെ നമ്മള് മുമ്പ് പറഞ്ഞ പോലെ നൊമീർ അല്ല യൂസ് ചെയ്തത്, ഒരു പേര് തന്നെയാണ് യൂസ് ചെയ്തത് അല്ലേ? കതബ ഫാത്തിമ റിസാല, ഫാത്തിമ കത്ത് എഴുതി എന്നാ പറഞ്ഞത്. അത്രേ നമുക്ക് തന്നിട്ടുള്ളൂ. ഫാത്തിമ ഉണ്ട്, എഴുതിയുണ്ട്, കത്തും ഉണ്ട്. കതബ ഫാത്തിമ റിസാല. അപ്പൊ ഇത് അവൾ ഫാത്തിമ കത്ത് എഴുതി എന്ന് പറയണമെങ്കിൽ കത്തബ നമ്മൾ പറഞ്ഞു, അവനൊരു പുരുഷനല്ലേ, കത്തബ എന്ന് പറയാം. ഇവിടെ ഫാത്തിമയാണ് ഉള്ളത് അല്ലേ? ഫാത്തിമ ആവുമ്പോ എന്ത് ചെയ്യണം? കത്തബത്ത് എന്ന് യൂസ് ചെയ്യണം. ഈ ഇവിടെ അൻത അല്ല യൂസ് ചെയ്യാം, ഇവിടെ ഹിയാണ് യൂസ് ചെയ്യാം. കാരണം ഈ പേര് പറയുന്നത് ഏതിന്റെ സ്ഥാനത്താ? നമ്മൾ അറിയാത്ത, മീൻസ് ഇവിടെ സ്ഥലത്തില്ലാത്ത ഒരാളുടെ സ്ഥാനത്താണ് യൂസ് ചെയ്യുക അല്ലേ? സ്ഥലത്തിൽ ഉള്ള ഒരാളടുത്ത് ഫാത്തിമാനോട് നമ്മൾ പറയുമ്പോ ഇങ്ങനെയല്ലല്ലോ പറയാ, കത്തബ്ത കത്തബ്തി റിസാല, നീ കത്ത് എഴുതി എന്നല്ലേ പറയാ. ഇത് ഫാത്തിമ സ്ഥലത്തില്ല, അപ്പൊ വേറൊരാളോട് പറയാണ് എന്ത്? ഫാത്തിമ കത്ത് എഴുതി. ഓക്കെ, അപ്പൊ ഇവിടെ കത്തബത്ത് എന്നാണ് യൂസ് ചെയ്യേണ്ടത്. കത്തബ 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 കത്തബു കത്തബത്ത് എന്നാണ് യൂസ് ചെയ്യേണ്ടത്. അപ്പോ ഫാത്തിമ കത്തബത്ത് ഐ റിസാല നേരെ യൂസ് ചെയ്താൽ മതി. ഫാത്തിമ കത്തബത്ത് റിസാല, ഫാത്തിമ കത്ത് എഴുതി, ഫാത്തിമ കത്ത് എഴുതി എന്ന് യൂസ് ചെയ്യാം. പിന്നെ ഇത് മലയാളത്തിൽ നിന്നുള്ള മാറ്റം, ഫാത്തിമ കത്ത് എഴുതി എന്ന് പറയുമ്പോൾ മലയാളത്തില് സെന്റൻസ് സ്ട്രക്ചർ എന്താണ്? ഫാത്തിമ കത്ത് എഴുതി എന്നാണ് അല്ലെ? അപ്പൊ എഴുതി എന്നുള്ളത് ലാസ്റ്റ് വരുന്നത്. പക്ഷെ അറബിയിൽ എന്താണ്? ഇത് ആദ്യം വരുന്നത്. ഫാത്തിമ കത്തബ റിസാല, ഫാത്തിമ എഴുതി കത്ത് എന്നാണ് അറബിന്റെ ഓർഡർ.
ഡീറ്റെയിൽ ആയിട്ട് കുറെ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മളിവിടെ ഫോക്കസ് ചെയ്യുന്നത് ഈ ഫസ്റ്റ് പറഞ്ഞതാണ്, ഒരു ഫെയിലും അതിന്റെ നൊമീറും വരുമ്പോൾ എങ്ങനെ ഒരു സെന്റൻസ് ഉണ്ടാകുന്നു എന്നൊരു വിഷയം. ഓക്കെ, ഇനി അടുത്ത ഫീൽഡ് നോക്കാം. ലബിസ. ഇത് ക്ലിയർ ആവുന്നില്ലേ? വിഷയങ്ങൾ ക്ലിയർ ആവുന്നില്ലേ? ഈ 6 കൂടി കഴിയുമ്പോൾ എന്ത് ചെയ്യണം? കംപ്ലീറ്റ് മനസ്സിലാവണം. പക്ഷെ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ഇതിലേക്ക് വരാം. ലബിസ അൽ മുദരിസതു അൽ ഖിമാറ. മുദരിസ ടീച്ചർ, സ്ത്രീ ടീച്ചറാണ്, അതാണ് മുദരിസ എന്ന് പറഞ്ഞത്. ടീച്ചർ രണ്ടാൾക്ക് യൂസ് ചെയ്യല്ലോ. നമ്മളിവിടെ സ്ത്രീ ടീച്ചറാണ്, എന്താ പറയാ, മിസ്. മിസ്സോ അല്ലെ മിസ്സിസ്. മിസ് എന്തായി? മക്കനെ ധരിച്ചു എന്നാണ് പറഞ്ഞത്. ഓക്കെ, ഇപ്പൊ ഇവിടെ മുദരിസ് ഉണ്ട്, നേരത്തെ ഫാത്തിമന്റെ അവിടെ പറഞ്ഞ പോലെ തന്നെ. ഇവിടെ നമ്മൾ എക്സ്ട്രാ ഒന്നും ചേർക്കാനില്ല. പക്ഷേ ലബിസ എന്നുള്ളത് ആണിന് പറയുന്ന ഫീലാണ്, അത് മാറ്റിയിട്ട് പെണ്ണിന് പറഞ്ഞ ഫീൽ ആക്കണം. അപ്പൊ ലബിസത്ത് എന്നാണ് പറയാം. ലബിസ അൽ മുദരി. ഇവിടെ മുദരിസ തുടക്കത്തിലും കൊണ്ടുവരാം, അല്ലെങ്കിൽ നടുവിലും കൊണ്ടുവരാം. ഇപ്പൊ ലബിസത്തിൽ മുദരിസത്തു അൽ ഖിമാറ. ലബിസത്ത് അൽ മുദരിസത്തു അൽ ഖിമാറ. മുദരിസ ഖിമാർ, മക്കനെ ധരിച്ചു എന്ന് പറയാം. ഷാള് ധരിച്ചു എന്ന് പറയാം. ഓക്കെ, ഇനി അടുത്ത് നോക്കൂ. അലിമ. അലിമ എന്ന് നിന്നിട്ടുണ്ട്. അലിമ അൻതുന്ന അൽ അഖ്ബാറ. അലിമ അൻതുന്ന അൽ അഖ്ബാറ. അറിഞ്ഞു. അലിമ എന്ന് പറഞ്ഞാൽ അറിഞ്ഞു. അൻതുന്ന എന്ന് പറഞ്ഞാല് നിങ്ങൾ കുറെ സ്ത്രീകൾ. നിങ്ങൾ കുറെ സ്ത്രീകൾ. അഖ്ബാർ എന്ന് പറഞ്ഞാൽ ന്യൂസ്. അപ്പൊ നിങ്ങൾ കുറെ സ്ത്രീകൾ ന്യൂസ് അറിഞ്ഞു എന്നുള്ളതാണ് ഇവിടുത്തെ സെന്റൻസ്. അപ്പൊ എങ്ങനെയാണ് ശരിക്കും പറയേണ്ടത്? ഇപ്പൊ നമ്മൾ അലിമ സൊറഫാക്കിയാൽ മതി, അപ്പൊ ക്ലിയർ ആവും. ഇവിടെ അൻതുന്നയാണ് ലമീർ വേണ്ടത് അല്ലേ? അലിമ അലിമ അലിമു അലിമത്ത് അലിമത്ത അലിംന അലിംത അലിംതുമ അലിംതും അലിംതി അലിംതുമ അലിംതുന്ന അലിംതുന്നൽ അഖ്ബാറ. നിങ്ങൾ കുറെ സ്ത്രീകൾ ഖബർ അറിഞ്ഞു എന്നാണ് വരിക. ഓക്കെ, ക്ലിയർ ആയല്ലോ? അലിംതുന്ന അൽ അഖ്ബാറ എന്ന് വരും. ഇനി ദറസ അൻതും അൽ ഖുർആന അൽ മദ്രസ. ഇവിടെ എന്തൊക്കെയുള്ളത്? ദറസ എന്നുണ്ട്. ദറസ എന്ന് പറഞ്ഞാൽ പഠിച്ചു. അൻതും എന്ന് പറഞ്ഞാൽ നിങ്ങൾ. ഖുർആൻ എന്ന് പറഞ്ഞാൽ ഖുർആൻ. മദ്രസ എന്ന് പറഞ്ഞാൽ സ്കൂൾ അല്ലെ മദ്രസ. അപ്പോ നിങ്ങൾ മദ്രസയിൽ നിന്ന് ഖുർആൻ പഠിച്ചു എന്നാണ് നമുക്ക് ഇവിടെ എന്ത് ചെയ്യേണ്ടത്? യൂസ് ചെയ്യേണ്ടത്. അപ്പോ നമ്മളെ പോയിന്റ് എവിടെയാണ്? ഇവിടെ ഫസ്റ്റ് കണ്ടോ, ദറസ പ്ലസ് അൻതും ഉണ്ട്. അതങ്ങനെ പറയൂല സെന്റൻസ്. അപ്പോ എന്ത് യൂസ് ചെയ്യണം? ദറസ പ്ലസ് അൻതും വരുമ്പോ എങ്ങനെ വരും? ദറസ ദറസ ദറസു, ദറസ്ത ദറസത്ത് ദറസത്ത ദറസ്ന, ദറസ്ത ദറസ്തുമ ദറസ്തും. അതാണ് ദറസ പ്ലസ് അൻതും എന്ന് പറഞ്ഞാൽ ദറസ്തും എന്ന് വന്നു. ദറസ്തുമുൽ ഖുർആന. പിന്നെ മദ്രസയിൽ നിന്ന് പഠിച്ചു എന്നാണ് വരേണ്ടത്. അപ്പോ ഫിൽ മദ്രസ, മദ്രസയിൽ നിന്ന്, അലമിനൽ മദ്രസ, മദ്രസയിൽ നിന്ന് ആര്? നിങ്ങൾ ഖുർആൻ പഠിച്ചു എന്നാണ്, അങ്ങനെയാണ് സെന്റൻസ് വരിക. ഇനി ദഹബ അബൂക്ക മക്ക. ദഹബ എന്ന് പറഞ്ഞാൽ പോയി, അബൂക്ക എന്ന് പറഞ്ഞാൽ എൻ്റെ ഉപ്പ, മക്ക എന്ന് പറഞ്ഞാൽ മക്ക സ്ഥലമാണല്ലോ. അപ്പൊ അത് ഇങ്ങനെ പറയും, ദഹബ അബൂക്ക ഇല മക്ക. അവിടെ ചേർക്കാനൊന്നുമില്ല. ദഹബ അബൂക്ക ഇല മക്ക എന്ന് തന്നെയാണ് പറയേണ്ടത്. നിന്റെ വാപ്പ മക്കയിലേക്ക് പോയി. ഇനി നിന്റെ ഉപ്പ മക്കയിലേക്ക് പോയിട്ടില്ല എന്ന് എങ്ങനെയാണ് നമ്മൾ യൂസ് ചെയ്യുക? അവിടെ ദഹബന്റെ കൂടെ എന്ത് ചേർത്ത് കൊടുക്കുക? മാ ചേർത്ത് കൊടുക്കുക. മാ ദഹബ അബൂക്ക ഇല മക്ക എന്ന് വരും. നിന്റെ ഉപ്പ മക്കയിലേക്ക് പോയിട്ടില്ല എന്നാക്കണമെങ്കിൽ ദഹബ അബൂക്ക ഇല മക്ക എന്ന് പറഞ്ഞാൽ ഉപ്പ മക്കയിലേക്ക് പോയി. മാ ദഹബ അബൂക്ക ഇല മക്ക എന്ന് പറഞ്ഞാൽ ഉപ്പ മക്കയിലേക്ക് പോയിട്ടില്ല എന്നാണ് അർത്ഥം വരിക. ഇനി അതന്നെ ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കണമെങ്കിൽ എന്ത് ചേർത്താൽ മതി? ഹൽ ചേർത്ത് കൊടുത്താൽ മതി. ഹൽ ദഹബ അബൂക്ക ഇല മക്ക. നിന്റെ ഉപ്പ മക്കയിലേക്ക് പോയിട്ടുണ്ടോ എന്നാണ് അപ്പൊ അർത്ഥം വരിക. ഓക്കെ, അപ്പോ ഈ എക്സാമ്പിൾ എക്സസൈസ് എന്തായിരുന്നു? സെന്റൻസ് ഉണ്ടാക്കാനായിരുന്നു. നമ്മൾ പഠിച്ച ഈ കാര്യങ്ങളുണ്ട്, ഒരു ഫെയിലും അതിന്റെ നൊമീറും, അല്ലെങ്കിൽ ഫെയിലും ഒരു പേരും ഒരു സബ്ജക്റ്റും വന്നു. അപ്പൊ അത് എങ്ങനെയാണ് സെന്റൻസിൽ യൂസ് ചെയ്യുക എന്നുള്ളതാണ്
ഈ എക്സാമ്പിൾസിലൂടെ ഈ ആക്ടിവിറ്റിയിലൂടെ നമ്മൾ പഠിച്ചത്. ഇത് ക്ലിയർ ആയിരുന്നോ? അതിലെന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഈ ഇതിന് വേണ്ടിയിട്ടാണ്, ഇങ്ങനെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ സർഫൊക്കെ പഠിക്കുന്നത്. നമുക്ക് ഫാല പഠിച്ചതുകൊണ്ടുള്ള കാര്യം, മാഫാല പഠിച്ചതുകൊണ്ടുള്ള കാര്യം, ഇതുപോലെ ആവശ്യമുള്ള സംഭവങ്ങൾ അറബി ഭാഷയിൽ പറയാൻ പറ്റുക, ഇനി ഇത് വായിക്കുന്ന സമയത്ത് അത് മനസ്സിലാക്കാൻ പറ്റുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഇത് സിമ്പിൾ ആയിട്ടുള്ള സെന്റൻസുകൾ ഉണ്ടാക്കി നമ്മൾ തുടങ്ങി. ഇപ്പോ ഇത് ഒറ്റക്കൊറ്റക്ക് ഇങ്ങനെ എഴുതി പഠിച്ചാൽ എന്ത് ചെയ്യും, ഇത് ക്ലിയർ ആവും. ഓക്കെ, ഇതിൽ വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഒക്കെ ക്ലിയർ ആണോ? ഓക്കെ, ഓക്കെ, ഇത് അതിനാണ് ഈ എക്സാമ്പിൾസ് ഉള്ളത്. അപ്പൊ അത് ഈ ആക്ടിവിറ്റീസ് ചെയ്ത് തന്നെ ഇത് പഠിക്കണം. ഇത് ഇങ്ങനെ വായിച്ച് മനസ്സിലാക്കി പഠിക്കുമ്പോൾ എന്തേ ഉള്ളൂ, ഇത് ക്ലിയർ ആവുള്ളൂ. അപ്പോൾ സർഫ് പഠിക്കാനുള്ള ഒരു മാർഗം എന്ന് വെച്ചാൽ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ എന്ത് ചെയ്യാം, ഫാല അതേപോലുള്ള സാധനങ്ങളൊക്കെ അതിന്റെ മുമ്പ് ഫസ്റ്റ് ചെയ്യേണ്ടത് ഈ കൺസെപ്റ്റ് ക്ലിയർ ആക്കുക. എന്താണ് ഫീല്, മാലി, മുലാരി, അമ്ര, നഹി എന്ന് മനസ്സിലാക്കുക. പിന്നെ മാറൂഫ്, മജ്ഹൂല്, വാഹിദ്, തസ്നിയ, ഇതേപോലുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ ക്ലാസ്സിൽ തുടക്കത്തിൽ പറഞ്ഞല്ലോ, അത് മനസ്സിലാക്കാം. പിന്നെ ഇത് വെച്ചിട്ട് ഫീല്, മാലി, മാറൂഫ്, മുസ്ബത്ത് അതിന്റെ സർഫുകളൊക്കെ പഠിക്കാം, കാണാതെ പഠിക്കുക. ഫാല സർഫാക്കാൻ പഠിക്കാം. പിന്നെ ഓരോ നമീർ വരുമ്പോൾ അതിനുള്ള മാറ്റങ്ങൾ പഠിക്കാം. അതന്നെ ഇനിയിപ്പോ മാലി മാറൂഫിൽ നിന്ന് മാലി മംഫി, മാറൂഫ് മംഫി ആകുമ്പോഴുള്ള മാറ്റം, പിന്നെ മജൂൽ ആകുമ്പോഴുള്ള മാറ്റം, ഇതൊക്കെ ഇങ്ങനെ മാറ്റം എന്ന് പറയുമ്പോൾ എന്താ പറയാ, അത് തിയറി ആക്കുമ്പോൾ അങ്ങനെയുള്ളൊരു ബുദ്ധിമുട്ടാണ്. ഫാല മാഫാല അങ്ങനെ പറഞ്ഞാൽ മതി. ഫാല മാഫാല, ഫുയില മാഫാല, മാഫുയില, ഈ 4 കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുള്ളൂ, ഇതുവരെ പഠിച്ചിട്ടുള്ളൂ. അതിന് തന്നെയാണ് നമ്മൾ ഇത്രത്തോളം സെന്റൻസുകളൊക്കെ ഉണ്ടാക്കുന്നത്. ഓക്കെ, നമ്മൾ കുറെ കാര്യങ്ങൾ പഠിച്ചു എന്നാണ് ഇത് മനസ്സിലാകുന്നത്. അപ്പൊ ഓക്കെ, ഇതുകൂടി ഈ ഫാല മാഫാല ഫുയില മാഫുയില ഇതൊക്കെ പഠിച്ചതിന് ശേഷം പിന്നെ നമ്മൾ അപ്ലൈ ചെയ്യണം. ഒരു സെന്റൻസിൽ നമുക്ക് ഒരാള് ദൊറബ, അവർ 2 പേരും അടിച്ചു, ആരെ, വേറൊരാളെ അടിച്ചു എന്നുണ്ട്. അപ്പൊ ദൊറബ, അവർ 2 പേര് അടിച്ചു എന്നുള്ളതാകുമ്പോൾ നമ്മൾ മനസ്സിലാക്കിയത് ദൊറബ അങ്ങനെയാണ്, ദൊറബ എന്നാണ് യൂസ് ചെയ്യുക, ദൊറബ എന്നാണ് യൂസ് ചെയ്യുക. അപ്പൊ ദൊറബ പ്ലസ് ഹുവ ഹുമ എന്നുള്ള എന്താണ് ആണ് ദൊറബ എന്നുള്ളത്. ഇപ്പൊ അവർ 2 പേര് അടിച്ചു, ആരെ, ജെയ്ദിനെ. അപ്പൊ ദൊറബ ജെയ്ദിനെ ഇവർ 2 പേരും കൂടി അടിച്ചു എന്നാണ് ഇത് മനസ്സിലാക്കേണ്ടത്. ഓക്കെ, അപ്പൊ അതിനുള്ള സർഫും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇതുവരെ പഠിച്ചത്. ഇനി കുറച്ച് ആക്ടിവിറ്റീസും കൂടി ഉണ്ട്, അതും കൂടി പറഞ്ഞ് നമുക്ക് എന്ത് ചെയ്യാം, ക്ലാസ് നിർത്താം. ഇനി മിസാലി, ഈ ആക്ടിവിറ്റി എന്താണ്, അതിന്റെ മുസ്ബത്താണ് കൊടുത്തിട്ടുള്ളത്, അതിന്റെ മംഫി ആക്കാനാണ്. ഇപ്പൊ സമയത്തി എന്നുള്ളതാണ്, അത് മംഫി ആക്കുമ്പോൾ മാ സമയത്തി എന്ന് വരും. ഈ ലൊറബ എന്നാണ്, അത് മംഫി ആക്കുമ്പോൾ മാ ലൊറബ എന്ന് വരും. ഓക്കെ, അതിന്റെയൊക്കെ നളർത്തി, ലുരിബ്തുന്ന, കതബത്ത്, ലബിസു, ജുരിഹ്ന, ദഫഅന, ഉഖിദു, ഖുതിൽതുമ, അമില, ഇതിന്റെയൊക്കെ മാതി. ഇതിന്റെയൊക്കെ മാതി എന്താണ്, അല്ല മംഫി എങ്ങനെയാണ്, മാ ചേർത്ത് കൊടുത്താൽ മംഫി ആവും. ഇനി മജ്ഹൂലാക്കാനാണ് ഈ ആക്ടിവിറ്റീസ്. മജ്ഹൂലാക്കുക. അപ്പൊ ലൊറബു എന്നുള്ളത് മജ്ഹൂലാക്കി എങ്ങനെ ഉണ്ടാവുക, ലുരിബു എന്നാണ് വരിക. നസർന എന്നുള്ളത് മജ്ഹൂലാക്കിയാൽ നുസിർന. ഓക്കെ, ഒരു കാര്യം മുസ്ബത്ത് മംഫി ആക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, മാദിയിലാണ് നമ്മൾ ഡിസ്കഷൻ. മാദിയിൽ ഒരു മുസ്ബത്തായ ഒരു സാധനം ഉണ്ട് എന്ന് പറഞ്ഞൊരു കാര്യം, ചെയ്തു എന്ന് പറഞ്ഞൊരു ഫീല് ചെയ്തില്ല, അതിന് നെഗറ്റീവ് സെൻസിലേക്ക് മാറ്റാൻ മാ ചേർത്ത് കൊടുത്താൽ മതി.
ഇനി മാലിയിലെ മാറൂഫായ ഒരു കാര്യം മജ്ഹൂലാക്കണമെങ്കിൽ ഫീല് ഫായിൽ ആരാണെന്ന് അറിഞ്ഞൊരു ഫീല് അത് ഫായിൽ ആരാണെന്ന് അറിയാത്തൊരു ഫീലാക്കണമെങ്കിൽ എങ്ങനെ ചേർത്താൽ മതി? ഫു ഇല എന്നാക്കിയാൽ മതി. ഫഅല എന്നുള്ളത് ഫു ഇല എന്നാക്കിയാൽ മതി. ആദ്യത്തിന് ലൊമ്മും പിന്നത്തേന് കസറും ചെയ്താൽ മതി. അപ്പോൾ ലൊറബു എന്നുള്ളത് ലുരിബു എന്നായി. നസർന എന്നുള്ളത് നുസിർന എന്നായി. ഇനി കത്തൽന എന്നുള്ളത് കുത്തിൽന എന്നാവും. മാ നസർത്തുന്ന എന്നുള്ളത് മാ നുസിർത്തുന്ന എന്നാവും. അറഫു എന്നുള്ളത് ഒരിഫു എന്നാവും. അപ്പൊ ആദ്യത്തേന് ലൊമ്മ് ചെയ്യാം, രണ്ടാമത്തേന് കസർ ചെയ്യാം. ഓക്കെ. ഇനി ഇനി ഈ ഒരു ആക്ടിവിറ്റി നോക്കൂ. എന്ത് കണ്ടോ? നസ്തബ്ദിലു മാ ബൈനൽ ഖൗസൈനി ബില്ലത്തി തഹ്തഹു ഖത്തുൻ കമാ ഫിൽ മിസാലി. ഈ അണ്ടർലൈൻ ചെയ്ത കാര്യം ഉണ്ടല്ലോ, അത് നമ്മളൊരു സെന്റൻസിൽ നിന്ന് മാറ്റാനാണ് പോകുന്നത്. സിമ്പിളാണ്. എങ്ങനെയാണ് മാറ്റേണ്ടത്? ഈ രണ്ട് ഫീലാക്കിയിട്ട് മാറ്റുക വേണ്ടത്. ഈ അണ്ടർലൈൻ ചെയ്ത രണ്ട് കാര്യങ്ങൾ ഈ ബ്രാക്കറ്റിലുള്ളതാക്കിയിട്ട് മാറ്റാണ് വേണ്ടത്. ഉദാഹരണം നോക്കൂ, സിമ്പിളാണ്. ദറസ മുഹമ്മദും മക്ക. മുഹമ്മദ് മക്കയിൽ പഠിച്ചു എന്നാണ് പറഞ്ഞത്. മുഹമ്മദ് അതത്ര ഇമ്പോർട്ടൻ്റ് അല്ല. എല്ലാം കഴിഞ്ഞ നമ്മൾ ചെയ്ത പോലെ തന്നെയുള്ള സാധനമാണ്, അതുകൊണ്ട് പറയാമെന്നാ. സമയം കഴിയാനായില്ലേ? ഓക്കെ. അത് നമ്മൾ പറഞ്ഞ പോലെ തന്നെ നമ്മൾ പ്ലസ് ഇട്ട് എഴുതിയില്ലേ, ദൊമീറുകളോട് ചേർത്ത് എഴുതി കഴിഞ്ഞാൽ അത് കിട്ടും. മാ അഹദ പ്ലസ് അൻതുമ പറഞ്ഞാൽ മാ അഹദത്തുമ. ഓക്കെ, നമ്മൾ മുമ്പ് പറഞ്ഞ അതേ സ്ട്രക്ചർ തന്നെ. ഈ ആക്ടിവിറ്റി അതിലൊന്ന് മാറ്റണ്ട്. ഓക്കെ, ഈ ആക്ടിവിറ്റി നോക്കൂ. ദറസ മുഹമ്മദ് ഫി മക്ക. മുഹമ്മദ് മക്കയിൽ പഠിച്ചു എന്നാണ്. അപ്പൊ ഇതിന്റെ ദറസ മാറ്റിയിട്ട് അവിടെ ദഹബ കൊടുക്കണം. മുഹമ്മദ് മാറ്റിയിട്ട് അവിടെ ഫാത്തിമ കൊടുക്കണം. അതാണ് ആക്ടിവിറ്റി. ഇപ്പൊ ദറസ മുഹമ്മദും ഫി മക്ക, മുഹമ്മദ് മക്കയിൽ പഠിച്ചുള്ളത് ദറസ മാറ്റിയിട്ട് ദഹബയാക്കുമ്പോൾ മുഹമ്മദ് മാറ്റിയിട്ട് ഫാത്തിമയാക്കും. അപ്പൊ അത് രണ്ടും അവിടെ എത്തും. അങ്ങനെ ദഹബത്ത് ഫാത്തിമ ഇല മക്ക എന്നായി. ഫാത്തിമ മക്കയിലേക്ക് പോകുന്നു എന്നായി. ദറസ മുഹമ്മദ് എന്നുള്ളത് മുഹമ്മദ് പഠിച്ചു എന്നായിരുന്നു. ദഹബത്ത് ഫാത്തിമ ഇല മക്ക എന്നാക്കി. അപ്പൊ ഈ ഫാത്തിമ വന്നതോടെ ഈ ദഹബ മാറിയിട്ട് എന്തായി? ദഹബത്തായി. അത് നമ്മൾ പറഞ്ഞല്ലോ. ഹിയ വരുമ്പോ എന്താണ്? ഹിയ അല്ലെങ്കിൽ ഏതെങ്കിലും സ്ത്രീകളെ പറ്റി പറയുന്ന ഒരു ഫീൽ ആണെങ്കിൽ അവിടെ ദഹബത്ത് എന്നാണ് യൂസ് ചെയ്യുക. ഇനി ഖറജ അഹ്മദ് ഇല ഡൽഹി. ഖറജ അഹ്മദ് ഇല ഡൽഹി. അഹ്മദ് ഡൽഹിയിലേക്ക് പോയി. അത് നമ്മൾ ഈ ബ്രാക്കറ്റ് ഉള്ളതാക്കി മാറ്റണം. എങ്ങനെയാ പറയേണ്ടത്? റജ സൈനബ്. അപ്പോൾ ഖറജ അഹമ്മദ് എന്നുള്ളത് മാറ്റിയിട്ട് അഹമ്മദ് പോയി എന്നുള്ളത് മാറ്റിയിട്ട് മക്കയിലേക്ക് പുറപ്പെട്ടു എന്നുള്ളത് മാറ്റിയിട്ട് റജ സൈനബ്. സൈനബ് ഡൽഹിയിൽ നിന്ന് മടങ്ങി വന്നു എന്നാണ് നമുക്ക് ഇവിടെ യൂസ് ചെയ്യേണ്ടത്. അപ്പൊ എങ്ങനെ പറയണം? റജാത്ത് സൈനബു മിൻ ഡൽഹി. സൈനബ് ഡൽഹിയിൽ നിന്ന് മടങ്ങി വന്നു എന്നാണ് യൂസ് ചെയ്യുക. റജാത്ത് എന്നായി മാറി. റജാത്ത് സൈനബ് മിൻ ഡൽഹി. ഡൽഹിയിൽ നിന്ന് സൈനബ് വന്നു എന്നായി. ഓക്കെ. അപ്പൊ ഇനി ഇതാണ് അത്യാവശ്യമായിട്ട് ചെയ്യേണ്ട ഒരു ആക്ടിവിറ്റി. അപ്പൊ ഇതിന്റെ അർത്ഥങ്ങൾ ഞാൻ പറയാം. ഖറജത്ത് ഇമ്രാത്തുൻ മിനൽ ഉർഫ. ഉർഫ എന്ന് പറഞ്ഞാൽ റൂമാട്ടോ. ഒരു സ്ത്രീ റൂമിൽ നിന്നും പുറത്തേക്ക് പോയി. ഖറജത്ത് ഇമ്രാത്തുൻ മിനൽ ഉർഫ, ഒരു സ്ത്രീ റൂമിൽ നിന്ന് പുറത്തേക്ക് പോയി. അപ്പൊ അത് എന്താക്കി മാറ്റണം? ദഹല ഹുവ. അവൻ റൂമിലേക്ക് കടന്നു എന്നതായിട്ട് നമ്മൾ മാറ്റണം. അത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് നോക്കാം. അവൻ റൂമിലേക്ക് പ്രവേശിച്ചു എന്നതാക്കി മാറ്റണം. ഓക്കെ, ക്ലിയർ ആവുന്നില്ലേ? ചെയ്യാനുള്ള ആക്ടിവിറ്റി ആണ് കേട്ടോ. ഇത് പറഞ്ഞിട്ട് നമുക്ക് അടുത്ത ക്ലാസ് തുടങ്ങാം. എങ്ങനെ? ഓക്കെ ഓക്കെ. റജ അഹി മിന സൗദിയ. എന്റെ ബ്രദർ റജ അഹി മിന സൗദിയ, സൗദിയിൽ നിന്ന് മടങ്ങി. റജ എന്ന് പറഞ്ഞാൽ മടങ്ങി, നാട്ടിലേക്ക് തിരിച്ചു. ഓക്കെ. ഇനി അതെന്താക്കിട്ടാ മാറ്റേണ്ടത്? അമില ഉമ്മുക്ക. എന്താ അമില എന്ന് പറഞ്ഞാൽ വർക്ക് ചെയ്യുക, ജോലി ചെയ്യാം. ഉമ്മുക്ക എന്ന് പറഞ്ഞാൽ നിന്റെ ഉമ്മ. അപ്പൊ നിന്റെ ഉമ്മ, ബ്രദർ മടങ്ങി എന്നുള്ളത്, എന്റെ ബ്രദർ മടങ്ങി എന്നുള്ള ഫീല് മാറ്റിയിട്ട് അമില ഉമ്മുക്ക, നിന്റെ ഉമ്മ
ജോലി ചെയ്യുന്നുണ്ട് സൗദിയിൽ എന്നാക്കി മാറ്റണം. ഈ അണ്ടർലൈൻ ചെയ്ത ഈ രണ്ട്, ഒരു ഫീലും ഉണ്ട് ഒരു ഫായിലും ഉണ്ട്, അത് മാറ്റിയിട്ട് എന്ത് ചെയ്യാം, നമ്മൾ ബ്രാക്കറ്റിലുള്ള രണ്ട് സാധനം കൊടുക്കുക എന്നുള്ളതാണ്. ഇനി അടുത്ത നോക്കൂ, മാ വസല സൗദിക്ക് ഇരൽ മദ്രസ, എൻ്റെ ഫ്രണ്ട് റൂമിലേക്ക് എത്തിയില്ല, അല്ല മദ്രസ സ്കൂളിലേക്ക് വന്നില്ല, എത്തിയിട്ടില്ല എന്നാണ് ഉള്ളത്. അപ്പോൾ ദഹബ അന, അത് മാറ്റിയിട്ട് എന്താക്കണം, ദഹബ പ്ലസ് അന, ഞാൻ പോയി എന്നാക്കണം. അതന്നെ ഇവിടെ മാക്ക് ബ്രാക്കറ്റ് ഇല്ല കേട്ടോ, മാ അവിടെ നോട്ടെ. അപ്പൊ ഞാൻ പോയിട്ടില്ല എന്നാക്കി മാറ്റണം. അതെങ്ങനെ യൂസ് ചെയ്യാന്നുള്ളത് ചിന്തിക്കുക, എഴുതുക. ഇനി കുത്തില റജുലുൻ ഫിൽ മാറക്ക, യുദ്ധത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടു. ഒരു ഒരു റജുല്, ഒരു പുരുഷൻ കൊല്ലപ്പെട്ടു. ഇനി അത് മാറ്റിയിട്ട് എന്താക്കണം, കുബിലൻ നിസാവും, കുറെ സ്ത്രീകൾ, നിസാ എന്ന് പറഞ്ഞാൽ കുറെ സ്ത്രീകളുണ്ട്, കുറെ സ്ത്രീകൾ യുദ്ധത്തിൽ പിടിക്കപ്പെട്ടു എന്നാക്കി മാറ്റണം. ഫിൽ മാറക്ക അവിടെ തന്നെ ഉണ്ടാവും, യുദ്ധത്തിൽ ഇത് സംഭവിച്ചു, ഇത് മാറ്റിയിട്ട് എന്ത് ചെയ്യാം, ഈ പറഞ്ഞതാക്കാം, കുബിലൻ നിസാവ് എന്നുള്ളതാക്കാം. ഇനി മാ കാറ ഖാലിയ റിസാല, എൻ്റെ അങ്കിള് എന്തായിട്ടില്ല, കത്ത് വായിച്ചില്ല, എൻ്റെ അങ്കിള് കത്ത് വായിച്ചില്ല എന്നാണ് പറയാനുള്ളത്. ഇനി അത് മാറ്റിയിട്ട് എന്താണ് ആക്കേണ്ടത്, കത്തബ അമ്മത്തി, എൻ്റെ ആന്റി എന്തായി, കത്ത് എഴുതി എന്നാക്കണം. എൻ്റെ ആന്റി കത്ത് എഴുതിയില്ല എന്നാക്കണം. എൻ്റെ ആന്റി കത്ത് എഴുതിയില്ല എന്നാക്കി മാറ്റണം. ഓക്കെ, അപ്പോ ഇത് എഴുതുമ്പോൾ ചെയ്യും കുറെ ക്ലിയർ ആവും എങ്ങനെയാണ് ഫീലൊക്കെ യൂസ് ചെയ്യാന്നുള്ളത്. അപ്പൊ നമ്മൾ ഇതുവരെ പഠിച്ചത് എന്താണ്, മാലി മാറൂഫ് മുസ്ബത്ത്, മാലി മാറൂഫ് മൻഫി, പിന്നെ മാലി മജ്ഹൂൽ മുസ്ബത്ത്, മാലി മജ്ഹൂൽ മൻഫി, ഇതൊക്കെ പഠിച്ചു. ഇതൊക്കെ എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ളതും പഠിച്ചു. ഓക്കെ, ഇൻഷാ അല്ലാഹ്. അപ്പൊ ഈ വർക്കുകളൊക്കെ ചെയ്തു വെക്കാം, പഠിച്ചതൊക്കെ തറവാകും.